ഹായ് ഹലോ. നമ്മളിന്ന് കീമിൻ്റെ നാലാമത്തെ സെഷനാണ് നോക്കുന്നത്. ഓക്കെ, ആൾറെഡി 3 സെഷൻ കംപ്ലീറ്റ് ആയി. ഇത് 4ാമത്തെ സെഷനാണ്. അപ്പോൾ ഇതോടെ തന്നെ നമ്മൾ കുറച്ച് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ ചെയ്തിട്ടേക്കാം. ഓക്കെ അല്ലേ? ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നമ്പർ ഓഫ് പോസിബിൾ നാച്ചുറൽ ഓസിലേഷൻസ് ഓഫ് എൻ എയർ കോളം ഇൻ എ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ഈ പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ക്ലോസ്ഡ് പൈപ്പാണ്. ക്ലോസ്ഡ് പൈപ്പ് എന്ന് പറയുമ്പോൾ ഒരു എൻഡ് ഓപ്പൺ ആയിരിക്കും, ഒരു എൻഡ് ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? അത് പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡ്. ഓക്കെ, ഓഫ് ലെങ്ത് 85 സെൻറ്റിമീറ്റർ. ഓക്കെ, ഹാവിങ് ഫ്രീക്വൻസീസ് ബിലോ 1000 ഹെഡ്സ് ആർ. ഓക്കെ, വെലോസിറ്റി ഓഫ് സൗണ്ട് തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ക്ലോസ്ഡ് പൈപ്പ് ആണെങ്കിൽ നമുക്ക് ഫ്രീക്വൻസിൻ്റെ ഫോർമുല അറിയാം. എന്താണ് ആ ഫോർമുല? n+1/2 ഇൻറ്റു v/2l ഇല്ലേ? ക്ലോസ്ഡ് പൈപ്പിന്. ഓപ്പൺ പൈപ്പിനും ആ സ്ട്രിങ്ങിനും ഫ്രീക്വൻസി എന്താവും? nv/2l ആണ്. ഓക്കെ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ n+1/2 ഇൻറ്റു v/2l ഞാൻ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇത് ഓഡ് ഹാർമോണിക്സ് ആയിരിക്കും. ഇപ്പോൾ 1:3:5 ആണ് ഫ്രീക്വൻസി റേഷ്യോ. ഇതൊക്കെ നമ്മൾ ഒരു പ്രീവിയസ് ക്ലാസ്സിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ഇപ്പോൾ ഇവിടെ ഫ്രീക്വൻസി ഈക്വൽ ടു n+1/2 v/2l. അത് ക്ലിയർ അല്ലേ? ഓക്കെ, ഇപ്പോൾ ഫ്രീക്വൻസി 1000 ആണെങ്കിൽ n എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ ഫ്രീക്വൻസിയിൽ 1000 മാർക്ക് ചെയ്ത്. വെലോസിറ്റി തന്നിട്ടുണ്ട്. വെലോസിറ്റി ഓഫ് സൗണ്ട് എത്രയാണ്? 340/2 ഇൻറ്റു ലെങ്ത്. ലെങ്ത് 85 സെൻറ്റിമീറ്റർ ആണ്. സോ അതുകൊണ്ട് തന്നെ 85 ഇൻറ്റു 10⁻² എന്ന് ഞാൻ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത്. ഓക്കെ അല്ലേ? ഇനി നമുക്കിത് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഇല്ലേ, നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 34 ഉണ്ട്, 0 ക്യാൻസൽ ചെയ്യാം. 2 34 17. ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ കിട്ടും. 85 ഈസ് ഈക്വൽ ടു n+1/2 ഇൻറ്റു 17 എന്ന് വരും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 ഈസ് ഈക്വൽ ടു n+1/2. അതേപോലെ n ഈസ് ഈക്വൽ ടു 5ന് 5 - 1/2. 5 എന്നുള്ള 5 അര കുറയ്ക്കുകയാണ്. 5 - 1/2 എന്നുള്ള 0.5 അല്ലേ? അപ്പോൾ 5 - 0.5 ആൻസർ എന്താവും? 4.5. അപ്പോൾ 4.5 ആയതുകൊണ്ട് നമ്മൾ റൗണ്ട് ചെയ്ത് നോക്കുക നിയറസ്റ്റ് വാല്യൂ ആയിട്ട്. ബിക്കോസ് നമ്പർ അല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയും 4.5 ആയി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം 5 ആണ് ആൻസർ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 5 ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സ്റ്റാൻഡിങ് വേവ് പാറ്റേൺ ഹാവിങ് 3 നോട്ട്സ് ആൻഡ് 2 ആൻറ്റി നോട്ട്സ്. ഈ 3 നോട്ട്സും അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നോട്ട്സ് കൂടുതലും ആൻറ്റി നോഡ് 1 കുറവും. അത് ഏതിൻ്റെ വേവ് പാറ്റേൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ സ്ട്രെച്ച്ഡ് സ്ട്രിങ് ആണ്. വേവ് ഫോംഡിന് സ്ട്രെച്ച്ഡ് സ്ട്രിങ് അല്ലെങ്കിൽ സോണോമീറ്റർ, ഇതിനൊക്കെ ഇതായിരിക്കും ആൻസർ. സോണോമീറ്റർ എന്ന് ചോദിച്ചാലും ഇത് തന്നെ. ഞങ്ങൾ എക്സ്പെരിമെൻറ്റ് +1 ചെയ്തത് തന്നെയാണ് സോണോമീറ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡിങ് വേവ് ഹാവിങ് 3 നോട്ട്സ് ആൻഡ് 2 ആൻറ്റി നോട്ട്സ്. അപ്പോൾ നോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോഡ് എന്ന് പറഞ്ഞാൽ അവിടെ ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. ആൻറ്റി നോഡ് എന്ന് പറഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആണ്. അപ്പോൾ ഇതായിരിക്കും ഡയഗ്രാം. കണ്ടോ? ഈ ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വേവിൻ്റെ ഡയഗ്രാമാണ് അല്ലേ? ഇങ്ങനെ വേവ് ഇങ്ങനെ ജസ്റ്റ് പാസ് ചെയ്യാണ്. അപ്പോൾ സ്റ്റാൻഡിങ് വേവ് എന്ന് പറയുമ്പോൾ പോയിട്ട് തിരിച്ചും വരും ഇല്ല, അങ്ങോട്ട് പോകുക, അവിടെ നിന്ന് തിരിച്ച് വേവ് വരുന്നുണ്ട്. ഒരു ജംഗ്ഷനിൽ നിന്ന് തിരിച്ചു വരികയാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാണുമ്പോൾ മനസ്സിലാക്കാം ഇവിടെ എവിടെയാണ് നോട്ട്സ് ഉള്ളത്. ഞാൻ എന്ന് മാർക്ക് ചെയ്തില്ല, നോട്ട്സ് ആണ്. ഉണ്ട് വേവ് എവിടെയാണോ മീറ്റ് ചെയ്യണത് അവിടെ ആംപ്ലിറ്റ്യൂഡ് 0, അവിടെ നോഡ് ഉണ്ടാവും. ഇപ്പം നോക്കി കൗണ്ട് ചെയ്ത് നോക്കി എത്ര നോട്ട്സ് ഉണ്ട്? 1 2 3. ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഉള്ള ഭാഗമാണ് അല്ലേ? 2 സ്ഥലത്താണ് ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ഉള്ളത്. ഇതാണ് ആൻറ്റി നോട്ട്സ്. അപ്പോൾ ആൻറ്റി നോട്ട്സ് 2ഉം നോഡ് 3ഉം അല്ലേ? നോഡ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ ആൻറ്റി നോഡിനെക്കാട്ടിലും നോട്ട്സിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ അത് സ്ട്രെച്ച്ഡ് സ്ട്രിങ്ങിൻ്റെ കേസാണ്. ക്ലിയർ അല്ലേ? ഇതിനെയാണ് നമ്മൾ ഒരു ലാംഡ എന്ന് പറയുന്നത്. ഈ ഒരു ഫുൾ സൈക്കിളിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പറയണത് ഈ 3 നോട്ട്സും 2 ആൻറ്റി നോട്ട്സും ഫോം ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് എന്നുള്ളത് 1.21 ആങ്സ്ട്രോങ് ആണ്. ലാംഡ എത്രയാണെന്ന്. ഒരു കംപ്ലീറ്റ് വേവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡയുടെ വാല്യൂ എന്ത് തന്നെ ആവും? 1.21 ആങ്സ്ട്രോങ് ആകും. ക്ലിയർ ആണോ? ഒരു വേവ് ലെങ്ത് വേറെ ഒന്നും അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വരച്ച് നോക്കിയാൽ മതി. ഇതാണ് ഒരു കറക്റ്റ് വേവ്. ഒരു പ്ലസ് സൈക്കിളും കാണും, ഒരു മൈനസും കാണും. ഇത് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ലാംഡ എന്ന് പറയണത്. അപ്പോൾ ഇവർ പറയണത് 3 നോഡും 2 ആൻറ്റി നോഡും. അപ്പോൾ ഈ 3 നോഡും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ടോട്ടൽ ഡിസ്റ്റൻസ് 1.21 ആണെങ്കിൽ അത് ഈക്വൽ ടു ലാംഡ എന്നല്ലേ? അവിടെ വേവ് കാണണമെങ്കിൽ മനസ്സിലാക്കില്ലേ? ലാംഡ എന്ന് എടുത്താൽ പോരെ. അപ്പോൾ ലാംഡയുടെ വാല്യൂ എത്രയാണ്? 1.21 ആങ്സ്ട്രോങ് ആണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇതേ കേസ് നമുക്ക് ഈ
നമ്മൾ നേരത്തെ ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഏത് ക്വസ്റ്റ്യൻ? ആ ക്വസ്റ്റ്യൻ നമ്പർ ഈ പോസിബിൾ ഓപ്പൺ അല്ല ക്ലോസ്ഡ് പൈപ്പ്, ഇതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ് വരുവാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും നമ്മൾ വരയ്ക്കുക അല്ലേ. ഫണ്ടമെൻ്റൽ മോഡ് വരയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കും പോവുക, കണ്ടോ. അപ്പോൾ ഇത് ലാംഡ എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് ലാംഡ എന്ന് പറയാൻ പറ്റില്ല, ശരിയല്ലേ. ഇത് ലാംഡ ആവണമെങ്കിൽ ഇതിങ്ങനെ എത്തണം, ഇത് ഇവിടെ നിന്ന് തിരിച്ചു പോകണം ഇല്ലേ. അപ്പോൾ ഇവിടെ എത്ര സൈക്കിൾസ് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇത് 1 2, ഞാൻ അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഈ ഡയഗ്രാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ അടുത്ത പോർഷൻ ഇതായിരിക്കും, ഇങ്ങനെ വരും, ശരിയല്ലേ, ക്ലിയർ അല്ലേ. ഇവിടെ നിന്ന് അടുത്ത പോർഷൻ ഇവിടെ വരും, ക്ലിയർ. അതാണ് നമ്മൾ ഓഡ് ഹാർമോണിക്സ് എന്ന് പറയാൻ കാരണം. അപ്പോൾ നമുക്ക് ഇതിപ്പം 1, ഇത് 2, 3 മാത്രമേ പോസിബിൾ ഉള്ളൂ അല്ലേ, ക്ലിയർ അല്ലേ. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഇത് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണല്ലോ, ശരി. അപ്പോൾ ഇവിടെ എത്തുവാണെങ്കിൽ ഇത് എന്തായിട്ട് മാറും? എൻ്റെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് സൈക്കിൾ ആയില്ലേ, ഇത് ഇത്ര വന്നിട്ട് എന്താണ്, ഒരു സെമി സർക്കിളിൻ്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഇത് ലാംഡ ഇത്ര ആണെങ്കിൽ എന്തായിട്ട് മാറും? λ/2 ആയിട്ട് മാറും. ഇത് λ/4 ആയിട്ട് മാറും, മനസ്സിലായി. അപ്പോൾ ഇവിടെ ലാംഡ, അവിടെ എന്തായിരിക്കും? λ/4 ആവും. ക്ലിയർ ആണോ? ശരി. ഇനി ഫ്രീക്വൻസിയും ലെങ്തും ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ദ ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസി ഓഫ് ദ 3 സെഗ്മെൻറ്റ്സ് ഇൻ വിച്ച് എ സ്ട്രിങ് ഈസ് ഡിവൈഡഡ്. അപ്പോൾ സ്ട്രിങ്ങിനെ നമ്മൾ 3 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത്, അപ്പോൾ 3 പോർഷൻ ആകുമ്പോൾ 3 ലെങ്ത് ആവും ഇല്ലേ, L1 L2 L3. നമ്മളെ ഫോർമുലയിൽ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു NV/2L ആണ് ഫോർമുല. NV/2L അർത്ഥം ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് എന്നാണ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഞാൻ എടുക്കുകയാണെങ്കിൽ L is equal to L1 plus L2 plus L3. ക്ലിയർ അല്ലേ. അപ്പോൾ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് എന്നാണ്. ഓക്കെ, ഇപ്പോൾ ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലെങ്ത് ആണെങ്കിൽ ഇവിടെ ഞാൻ എങ്ങനെ എഴുതാം? 1/V is equal to 1/V1 plus 1/V2 plus 1/V3. അപ്പോൾ ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ. എനിക്ക് ഈ നോട്ട്സിൽ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടേക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ ടോപ്പിക്സിന് എന്തെങ്കിലും തിരിച്ചെടുക്കണമെങ്കിൽ ഞാൻ എടുത്തു തരാം. ഓക്കെ, ക്ലിയർ അല്ലേ. ഓക്കെ, ശരി. അടുത്ത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലോട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഇതിപ്പോൾ മൂവിങ് ചാർജസ് ആൻഡ് മാൻഡസിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. എ പോസിറ്റീവ് ചാർജ് ടു ക്യൂ. ഓക്കെ, നമ്മളതിലൊരു ചാർജ് ഉണ്ട്, മൂവ്സ് വിത്ത് എ വെലോസിറ്റി. ഓക്കെ, ചാർജിനൊരു വെലോസിറ്റി ഉണ്ട്. എന്നാൽ ആ വെലോസിറ്റി റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് 3 ഡയമെൻഷനിലാണ് അല്ലേ. 2I + 3J + 4K ആണ്. ഓക്കെ അല്ലേ. ഇന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് റെപ്രസെൻറ്റഡ് ബൈ ഇലക്ട്രിക്കും ഉണ്ട് മാഗ്നറ്റിക്കും ഉണ്ട്. അപ്പോൾ ഇലക്ട്രിക്കും മാഗ്നറ്റിക്കും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ അത് നമുക്കറിയാം മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം ആണെന്ന് നമുക്ക് മനസ്സിലായി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇലക്ട്രിക് ഫീൽഡും നമുക്ക് തന്നിട്ടുണ്ട്, I + 2J + 3Kയും. മാഗ്നറ്റിക് ഫീൽഡും തന്നിട്ടുണ്ട്, എങ്ങനെയാണ്? 2I + 3J - K. ഓക്കെ അല്ലേ. എന്നാൽ ദ ഇസഡ് കമ്പണൻറ്റ് മാത്രം എടുത്താൽ മതി ഓഫ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ 2Q. ഇവിടെ നോക്കിയേ, ഇലക്ട്രിക്കും മാഗ്നറ്റിക് ഫീൽഡും ഉള്ള സ്ഥിതിക്ക് എനിക്ക് ടോട്ടൽ ഫോഴ്സ് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മൾ ലോറൻസ് ഫോഴ്സ് എഴുതാം. F is equal to, ഈ ഫോർമുല നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, F is equal to QE + Q × V × P. ഓക്കെ അല്ലേ. ഇവിടെ Q എന്ന് പറഞ്ഞാൽ 2Q ആണ്, ശ്രദ്ധിച്ചോളാം. വെറും Q നിട്ടുകളെ, Q എന്നുള്ളത് 2Q ആണ്. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് I + 2J + 3K. ഞാൻ തിരിച്ച് ക്വസ്റ്റ്യനിലേക്ക് പോകണം, ഡയറക്റ്റ് അങ്ങ് എഴുതാം, സമയം കളയണ്ട. ഓക്കെ, പ്ലസ് എഗെയിൻ അടുത്ത ചാർജ് നമുക്ക് എങ്ങനെ എടുക്കാം? 2Q എന്ന് എടുക്കാം. ഓക്കെ അല്ലേ. വെലോസിറ്റി എങ്ങനെ വന്നിട്ടുണ്ട്? 2I + 3J + 4K. ക്രോസ് പ്രോഡക്റ്റ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്രോസ് ബി എന്നുള്ളത് എന്താണ്? 2I + 3J - K. അപ്പോൾ നമ്മൾ വെലോസിറ്റി ക്രോസ് മാഗ്നറ്റിക് ഫീൽഡ് ചെയ്യുക. ക്ലിയർ അല്ലേ. അപ്പോൾ ഇത് കുറച്ച് ലെങ്തിയാണ്, കാരണം ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് I + 2J + 3K എന്ന് എടുക്കാം. V × B ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡിറ്റർമിനൻറ്റ് ഫോം എടുക്കാം അല്ലേ. ഞാൻ ഡിറ്റർമിനൻറ്റ് ഫോം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഡിറ്റർമിനൻറ്റ് ഫോം IJK V × B ആണ്. അപ്പോൾ ആദ്യം വെലോസിറ്റീൻ്റെ ഫാക്ടേഴ്സ് എഴുതും. വെലോസിറ്റീൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 2, 3, 4 ആണ്. അപ്പോൾ 2, 3, 4. അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ 2, 3 - 1. നിങ്ങൾക്ക് മാത്സും ആൾക്കാർക്ക് ഡിറ്റർമിനൻറ്റ് എങ്ങനെ ചെയ്യണമെന്ന് അറിയാം അല്ലേ. അപ്പോൾ ഡിറ്റർമിനൻറ്റ് നിങ്ങൾ കീമിയൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് മാത്സിൻ്റെ ബേസിക്സ് ഒക്കെ നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്താൽ മതി, ഭയങ്കര ടഫ് എന്നല്ല, എളുപ്പമാണ്. ഓക്കെ, സോ ഫസ്റ്റ് നിങ്ങൾ I എടുക്കുക. I × -3 - 12. ഓക്കെ, -J × J എടുക്കുമ്പോൾ -2 - 8 + K × 6 - 6 അല്ലേ. അപ്പോൾ അത് ക്യാൻസൽ ആയി പോകും. അങ്ങനെയാണെങ്കിൽ I യും J യും കൂടെ കിട്ടും ആൻസർ. അപ്പോൾ -15I + 10J എന്ന് കിട്ടും. ഇതുവരെ ക്ലിയർ അല്ലേ?
ഓക്കെ, അപ്പോൾ എൻ്റെ ഇക്വേഷൻ റെഡ്യൂസായി. എന്താണ് ഈ 2i ഇത്രയും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ കിട്ടിയ ആൻസറാണ് എന്തെന്ന് കിട്ടി -15i + 10j. അപ്പോൾ എനിക്കിനി ഷോർട്ട് ചെയ്യാം. ഈ ടോട്ടൽ ഫോഴ്സിൽ 2q രണ്ടിലും കോമൺ ആണ്. ഞാൻ 2q പുറത്തേക്ക് എടുത്ത്. അങ്ങനെയാണെങ്കിൽ i + 2j + 3k ഇല്ലേ പ്ലസ് ഈ ആൻസർ എന്താണ് -15i + 10j. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ഇസഡ് കമ്പണൻറ്റ് മാത്രം എടുത്താൽ മതി. ഇവിടെ ഇസഡ് കമ്പണൻറ്റ് ഏതേ ഉള്ളൂ 3k മാത്രമേ ഉള്ളൂ ഇല്ലേ? ഇസഡ് കമ്പണൻ്റ് അല്ലേ എടുക്കാൻ പറഞ്ഞു. ഇസഡ് കമ്പണൻ്റ് എന്താണ് 3k. എന്നാൽ 3ൻ്റെ ഫ്രണ്ടിൽ എന്തുണ്ട് 2q കൂടെ ഉണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ 3 × 2 എന്താ കിട്ടും 6q എന്ന് കിട്ടും. ഓക്കെ ആണോ? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി. ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി അടുത്ത് നോക്കിയേ. എ ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ലൈൻ ഇസ് അറ്റ് എ ഹൈറ്റ് 5 മീറ്റർ ഫ്രം ദ ഗ്രൗണ്ട്. അപ്പം ഗ്രൗണ്ടിൽ നിന്ന് ഒരു 5 മീറ്റർ ഹൈറ്റിൽ ഒരു ഇലക്ട്രിക് ലൈൻ ഉണ്ടെന്ന് വയ്ക്കുക. ഇലക്ട്രിക് ലൈൻ്റെ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻസ് ഒക്കെ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും ചെയ്യരുത്. നമ്മൾ ഇത് ഇങ്ങനെ എടുത്താൽ മതി. ടോപ്പിലുള്ളത് നോർത്ത് പോൾ അല്ലേ, ഇത് സൗത്ത്, ഇതെന്താണ് വെസ്റ്റ്, ഇത് ഈസ്റ്റ്. അപ്പോൾ ഈ ഡയറക്ഷൻ എടുക്കുമ്പോൾ ഈ ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ എടുക്കുക കേട്ടോ. ഈസ്റ്റ് എന്നുള്ളത് പോസിറ്റീവ് ഐ ആയിട്ട് എടുക്കുക, വെസ്റ്റ് എന്നുള്ളത് -i എന്ന് എടുക്കുക, നോർത്ത് എന്നുള്ളത് YZ ഒന്നുമല്ല ജെ ആണ്. ഓക്കെ, അപ്പോൾ നോർത്ത് എന്നുള്ളത് പോസിറ്റീവ് ജെ ആയിട്ട് എടുക്കുക, സൗത്ത് എന്നുള്ളത് -j ആയിട്ട് എടുക്കുക. ക്ലിയർ ആണോ? ഇതാണ് ഈസ്റ്റ് വെസ്റ്റ് നോർത്ത് സൗത്ത്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈസ്റ്റ് നമ്മൾ എങ്ങനെ എടുത്ത് i ക്യാപ്പ് എടുത്ത്, വെസ്റ്റ് എങ്ങനെ എടുത്ത് -i ക്യാപ്പ് എന്നെടുത്ത്, സൗത്ത് എങ്ങനെ എടുത്തു -j എന്നെടുത്ത്, നോർത്ത് എങ്ങനെ എടുത്ത് j ക്യാപ്പ് എന്നെടുത്ത്. ഇത്രയും ക്ലിയർ അല്ലേ? ഇത്രയും ക്ലിയർ ആണോ? അപ്പോൾ ഈ 5 മീറ്റർ എന്ന് പറയുന്നത് എക്സും വരത്തില്ല വൈയും വരത്തില്ല. ഈ 5 മീറ്റർ എന്നുള്ളത് ഇസഡ് ഡയറക്ഷൻ ആയിരിക്കും അല്ലേ? ക്ലിയർ അല്ലേ? കാരണം നോർത്ത് വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് മാത്രമേ IJയിൽ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ആണ്. വെർട്ടിക്കലി ഡൗൺവേർഡ്സ് എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും, ഏത് ഡയറക്ഷൻ ആയിരിക്കും? ഇസഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ വെർട്ടിക്കലി ഡൗൺവേർഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ -z എന്ന് ഞാൻ എഴുതാം. വെർട്ടിക്കലി അപ്വേർഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും പോസിറ്റീവ് z. ഇപ്പോൾ ഡയറക്ഷൻസ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഞാൻ ഒരിക്കലും ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. A horizontal overhead electric line is at a height of 5 meter from the ground, okay, and carries a 20 ampere from west to east എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറണ്ട് എങ്ങോട്ടാണ് പോണത്? ഈസ്റ്റ് ഡയറക്ഷനിലോട്ട്. വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ടാണ് പോണത്. അപ്പോൾ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ഐ ആണ്. സംശയം ഉണ്ട് ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, ദ മാഗ്നറ്റിക് ഫീൽഡ് വെർട്ടിക്കലി ബിലോ ദ ലൈൻ ഓൺ ദ ഗ്രൗണ്ട് ഡ്യൂ ടു ദ പവർ ഇസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താണ്? ഒരു ഇൻഫൈനൈറ്റ് കണ്ടക്ടർ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫോർമുലയാണ് μ0I/2πr. അത് നമുക്ക് വാല്യൂ എഴുതി അത് കഴിഞ്ഞ് ഡയറക്ഷൻ നോക്കാം. μ0 എന്നുള്ളത് 4π × 10⁻⁷, കറണ്ട് 20 ആംപിയർ, 2π ഈ r എന്നുള്ളത് ഡിസ്റ്റൻസ് ആണ്. ആ ഗ്രൗണ്ടിൽ നിന്ന് വയറിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 5. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ വന്നിട്ട് 8 എന്ന് കിട്ടും കേട്ടോ. 8 × 10⁻⁷. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 8 × 10⁻⁷. ഡയറക്ഷനാണ് വേണ്ടത്. ഡയറക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമ്മളെ ഫോർമുല B = dl × r ആണ് എടുക്കേണ്ടത്. ബയോട്ട്-സേവേർട്ട് ലോയിൻ്റെ ഫോർമുല എടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ വയറിൻ്റെ കേസിൽ ഇങ്ങനെ എടുത്താൽ മതി. B = dl × r. അതായത് ആക്ച്വലി ബയോട്ട്-സേവേർട്ടിൻ്റെ ഫോർമുല ഇതാണ്. B = μ0/4π I × dl × r/r³ എന്നാണ് ഫോർമുല. ഒരു ക്വസ്റ്റ്യൻ എനിക്ക് 2016 ആണെന്ന് തോന്നുന്നു, 16-17 എന്ന് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ആർ ദ 3 വെക്റ്റർ കമ്പണൻസ് ഇൻ എൻ ബയോട്ട്-സേവേർട്ടിൽ. 3 വെക്റ്റർ കമ്പണൻസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഒരു വെക്റ്ററാണ്, DL ഒരു വെക്റ്ററാണ്, R ഒരു വെക്റ്റർ. അതുകൊണ്ടാണ് ഞാൻ DL × R എന്ന് റെപ്രസെൻ്റ് ചെയ്തത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ DL എന്ന് പറയുന്നത് ആക്ച്വലി കണ്ടക്ടറിൻ്റെ ഡയറക്ഷൻ തന്നെ എടുത്താൽ മതി. ആ കണ്ടക്ടറുള്ള ചെറിയ സ്ട്രിപ്പാണ് DL. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ DLലോട്ട് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് പോകണം? വെസ്റ്റ് നിന്ന് ഈസ്റ്റിലോട്ട്. അപ്പോൾ ഞാൻ അസ്യൂം ചെയ്യുന്നു DL ഏത് ഡയറക്ഷനാണ്? ഈസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് I ക്യാപ്പാണ്. ബിക്കോസ് കറണ്ട് വെസ്റ്റ് നിന്ന് ഈസ്റ്റ് അല്ലേ, അപ്പോൾ ഈസ്റ്റ് ആയിട്ട് എടുത്താൽ മതി. ഓക്കെ അല്ലേ? ഈസ്റ്റിലോട്ടാണ് പോണത്. അപ്പോൾ ഈസ്റ്റ് ഡയറക്ഷൻ പോസിറ്റീവ്. അപ്പോൾ DLും കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തന്നെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ അവിടെ I എന്ന് എടുത്തു. ഓക്കെ അല്ലേ? R എന്നുള്ളത് ഡൗൺവേർഡ് ഡയറക്ഷനാണ് ഡിസ്റ്റൻസ്. ഞാനത് -k എന്ന് എടുത്ത്. I × k എന്ന് പറഞ്ഞാൽ -j. ആൾറെഡി ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഇൻറ്റു മൈനസ് എന്തായിട്ട് മാറി? +j ആയിട്ട് മാറി. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 8 × 10⁻⁷ j ക്യാപ്പ്.
ജെ ക്യാപ്പ്. ആക്ച്വലി ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോർത്താണ് അല്ലേ? അപ്പോൾ 8 × 10⁻⁷ ടുവേർഡ്സ് ദ നോർത്ത്. ഓക്കെ അല്ലേ? ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ചാർജ് പാർട്ടിക്കിൾ is undergoing circular motion in a uniform magnetic field. Its time period is independent of. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇവിടെ ഫോർമുല എഴുതിയിട്ടുണ്ട്. ടൈം പീരീഡിൻ്റെ ഫോർമുല 2πm/qb ആണ്. ടൈം പീരീഡിൻ്റെ ഫോർമുല 2πm/qb ആണ്. അപ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ഓഫ് എന്തൊക്കെയാണ്? സ്പീഡ് ഇൻഡിപെൻഡൻ്റ് ആണ്, അതേപോലെ റേഡിയസ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 ഐഡൻറ്റിക്കൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കണ്ടക്ടർ ആണെങ്കിൽ അതിൻ്റെ ഫോർമുല μ0I/2πr. ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണ്. കാണുമ്പം പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ റിസൾട്ടൻറ്റിൻ്റെ ഫോർമുല യൂസ് ചെയ്താൽ മതി. റിസൾട്ടൻ്റെ ഫോർമുല a² + b². സിൻസ് രണ്ട് കണ്ടക്ടറിലും കറണ്ട് സെയിം ആയതുകൊണ്ട് എനിക്ക് ഫോർമുല μ0I/2πr + μ0I/2πr² എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഈ രണ്ടും സെയിം ആയതുകൊണ്ട് √2 × μ0I/2πr എന്ന് വരും. 6 തന്നെയാണ് ഞാൻ ഡി എന്ന് എടുത്തത്. അപ്പോൾ ആൻസർ ഡയറക്റ്റായിട്ട് എഴുതാം, ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. നമ്മളിത് പഠിച്ചിട്ടുള്ളതാണ്. 2 കണ്ടക്ടേഴ്സ് പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ദേ വിൽ അട്രാക്ട് ഈച്ച് അതർ. ആൻറ്റി പാരലൽ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ദിസ് ഇൻ സ്റ്റേറ്റ് ഓഫ് വയലേഷൻ ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ. അപ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ അത് ന്യൂട്ടൺസ് തേർഡ് ലോനെ വയലേറ്റ് ചെയ്യണത്. എവിടെയാണ്? 2 പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സ്. ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ അട്രാക്ട് ചെയ്യും, ഓപ്പോസിറ്റ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും. ഓക്കെ. എന്നാൽ ദ ഫോഴ്സ് ബിറ്റ്വീൻ ദ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൻ്റെ ഫോർമുലയാണ് μ0/2π × I1I2 L/d. L എന്നുള്ള ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 2 പാരലൽ ക്യാരിയിങ് കണ്ടക്ടേഴ്സ് ഉണ്ട്. അതിലുള്ള കറണ്ട് ഒന്ന് I1, അടുത്തത് I2. ഇത് രണ്ടും സെയിം ഡയറക്ഷനാണ്. ഇവർ സെപ്പറേറ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് d ആണ്. ഞാൻ ഡയഗ്രത്തിൽ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇറ്റ്സ് എ ഫോഴ്സ് F ആണ്. അപ്പോൾ ഞാൻ എഫിൻ്റെ ഫോർമുല അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? എന്നാൽ നൗ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ കറണ്ട് ഇൻ വൺ ഓഫ് ദം ഈസ് റിവേഴ്സ്ഡ്. അപ്പോൾ കറണ്ട് റിവേഴ്സ് ചെയ്യുമ്പോൾ ഒരു മൈനസ് സൈൻ വരും. അത്രയേ ഉള്ളൂ. ഞാൻ മൈനസ് ഫ്രണ്ടിലിട്ട്. അപ്പോൾ റിവേഴ്സ് ചെയ്തപ്പോൾ ഒരു കറണ്ട് ഡബിളായി മാറി. അപ്പോൾ ഞാൻ I1 2I1 എന്ന് എടുത്ത്. I2 അതേപോലെ തന്നെ ഉണ്ട്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ട്രിപ്പിൾഡ്. അപ്പോൾ ഡീനെ ഞാൻ 3d എന്ന് എടുത്ത്. അപ്പോൾ ഇവിടെ അഡീഷണൽ ആയിട്ട് വന്നുള്ള ടേം എന്താണ്? -2/3 മാത്രമേ ഉള്ളൂ അഡീഷണൽ ആയിട്ട് വന്നത് അല്ലേ? അപ്പോൾ F' = -2/3 ടൈംസ് ഓഫ് F. ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇത് നമ്മൾ ഈ സ്പെക്ട്രൽ ലൈൻസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്പെക്ട്രൽ ലൈൻസ്. ഓക്കെ. അപ്പോൾ ഈ ഡയഗ്രാം കാണാൻ നിങ്ങൾക്ക് അറിയാം. നോക്കി, ഫസ്റ്റ് ഈ PQRST ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ ദ ട്രാൻസിഷൻ PQR മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. PQR മാത്രമേ ക്വസ്റ്റ്യൻ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, P നോക്കിയേ സ്റ്റാർട്ട് ചെയ്യണത് എവിടെ നിന്നാണ്? 1 നിന്ന് തുടങ്ങി കണ്ടിന്യൂ അങ്ങ് എൻഡ് വരെ പോവുകയാണ്. അപ്പം ഇൻഫിനിറ്റി വരെ പോവുകയാണെങ്കിൽ നമ്മളതിന് ഫസ്റ്റ് എന്തെന്ന് പറയാം? സെറ്റ് സീരീസ് ലിമിറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കി, ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്പെക്ട്രൽ ലൈൻ എന്താണ്? ലൈമാൻ സീരീസ് ഇല്ലേ? ആണോ അല്ലേ? ഇപ്പോൾ 1 നിന്ന് നേരെ എങ്ങോട്ടാണ് വരിക്കണം? ഇൻഫിനിറ്റി വരെ പോയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ദ സീരീസ് ലൈൻ ഓഫ് P എന്നുള്ളത് എന്താവും? ദ സീരീസ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ് അല്ലേ? ആണോ അല്ലേ? ഓക്കെ. ദ സീരീസ് ലിമിറ്റ് ഓഫ് ലിമിറ്റ് എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. സീരീസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ് 1 ആയിരിക്കണം. ലൈമാൻ്റെ സീരീസ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ എൻഡ് പോയിന്റ് ഇൻഫിനിറ്റി ആവും. അപ്പോൾ അതാണ് കറക്റ്റ്. അടുത്ത നോക്കിയേ, Q നോക്കിയേ, 2 എന്നാണ് സ്റ്റാർട്ട് ചെയ്യണത്. 2 എന്ന് സ്റ്റാർട്ട് ചെയ്യണത് ഏതായിരിക്കും? ബാൽമർ സീരീസ് ആണ്. 2 എന്ന് 3 ആണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള, അപ്പോൾ ഫസ്റ്റ് മെമ്പർ ഓഫ് ബാൽമർ സീരീസ് അല്ലേ? ആ ബാൽമർ സീരീസിൻ്റെ ഫോർമുല എഴുതുമ്പോൾ 1/2² - 1/n². ആ എന്നിൻ്റെ വാല്യൂ 3, 4, 5. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അറിയാം Q എന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 2 to 3 ആണ്. അപ്പോൾ അതെന്താണ്? ഫസ്റ്റ് മെമ്പർ ഓഫ് ബാൽമർ സീരീസ്. R എന്ന് പറഞ്ഞാൽ 2 to 5 ആണ്. അപ്പോൾ അതും ബാൽമർ സീരീസ് അല്ലേ? 2 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബാൽമർ. അപ്പോൾ 2 to 5 ആകുമ്പോൾ ഇത് ഫസ്റ്റ് ലൈൻ. ഇത് വന്നിട്ട് ഇവിടെ നോക്കി, ഡയഗ്രാം നോക്കിയോളൂ. ഇത് ഫസ്റ്റ് ലൈൻ ഓഫ് ബാൽമർ, ഇത് സെക്കൻഡ്, ഇതെന്താണ്? തേർഡ് ലൈൻ. അപ്പോൾ ആൻസർ എന്താണ്? തേർഡ് മെമ്പർ ഓഫ് ബാൽമർ സീരീസ്. ഓക്കെ അല്ലേ? ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ദ റീകോയിൽ സ്പീഡ് ഓഫ് എ ഹൈഡ്രജൻ ആറ്റം ആഫ്റ്റർ ഇറ്റ് എമിറ്റ്സ് എ ഫോട്ടോൺ ഇൻ ഗോയിങ് ഫ്രം n = 6 സ്റ്റേറ്റ് ടു n = 1 സ്റ്റേറ്റ്. ഓക്കെ. റൈറ്റ്ബർഗ് കോൺസ്റ്റൻസ് തന്നിട്ടുണ്ട്.
എന്താണ് 1.097 × 10⁻⁷ മീറ്റർ. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട്, മാസ് ഓഫ് എ പ്രോട്ടോൺ ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഫസ്റ്റ് എഴുതാമാണ് മൊമെൻറ്റം. ഏറ്റവും സിമ്പിൾ ഫോർമുല മൊമെൻറ്റം ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം, അല്ലെങ്കിൽ എനർജി ബൈ സി. ഓക്കെ അല്ലേ? നമുക്ക് സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? ക്ലിയർ? അപ്പോൾ ഈ റിലേഷൻ ഒന്ന് എടുത്താൽ മതി. മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എങ്ങനെ എടുക്കാം? ഇ ബൈ സി എന്ന് എടുക്കാം ഇല്ലേ? ക്ലിയർ അല്ലേ? എനർജി ബൈ വെലോസിറ്റി, മൊമെൻ്റ് ഒന്ന് എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ സാധാരണ പഠിച്ച മൊമെൻറ്റത്തിൻ്റെ ഫോർമുല മാസ് ഇൻറ്റു വെലോസിറ്റി. ഫോട്ടോന് നമുക്ക് ഇ ബൈ സി എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നിന്ന് വി എടുക്കാം. അപ്പോൾ വി ഈസ് ഈക്വൽ ടു ഇ എന്നുള്ളത് ഇവിടെ എനർജി സ്റ്റേറ്റ് ആണ്. 6 സിക്സ്ത് സ്റ്റേറ്റിൽ നിന്ന് 1 വരികയാണ് അല്ലേ? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ ഇ എന്നുള്ളത് നിങ്ങൾ എടുക്കേണ്ടത് ഡെൽറ്റ ഇ എന്ന് എടുത്താൽ മതി ഫോർമുലയിൽ. ഓക്കെ അല്ലേ? എനർജിയാണ് ചേഞ്ച് ചെയ്യണത്. അപ്പം വെലോസിറ്റി ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എം ഇൻറ്റു സി. ഇനി എനർജീൻ്റെ ഫോർമുല ഡെൽറ്റ ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? E1 മൈനസ് E6 ഇല്ലേ? ഇപ്പോൾ ബിക്കോസ് ഫൈനൽ സ്റ്റേറ്റ് എന്നുള്ളത് 1 ആണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് വരുന്നത്? 6th സ്റ്റേറ്റിൽ നിന്ന് 1st സ്റ്റേറ്റിലേക്കാണ്. അപ്പം ഫൈനൽ 1 ആണ്, ഇനിഷ്യൽ 6 ആണ്. അപ്പോൾ E1 മൈനസ് E6 എടുക്കാം. ഡിവൈഡ് ബൈ എം. മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 1.67 × 10⁻27. സി എന്നുള്ളത് എന്താണ്? വെലോസിറ്റി ഓഫ് ലൈറ്റ് 3 × 10⁸. ഇനി എനർജിയുടെ ഫോർമുല നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഓർത്ത് വെക്കുക കേട്ടോ. ഇത് -13.6 Z² / n². Z എന്നുള്ള അറ്റോമിക് നമ്പറാണ്, n എന്നുള്ളത് ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഇല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് വൺ നമുക്ക് എന്നിൻ്റെ വാല്യൂ 1 കൊടുക്കാം. അപ്പോൾ -13.6. അടുത്ത എന്നിൻ്റെ വാല്യൂ 6 കൊടുക്കാം. 6 കൊടുക്കുമ്പോൾ ഇത് തീരെ ചെറിയ വാല്യൂ ആയിട്ട് മാറും. അപ്പോൾ ഇതെനിക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ -13.6 നിർത്താൽ മതി. അപ്പോൾ E1 മൈനസ് E6 എന്താണ്? -13.6. ഓക്കെ അല്ലേ? ബിക്കോസ് 13.6/36 നെഗ്ലിജിബിൾ അല്ലേ? വെറുതെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ -13.6 EV ബൈ 1.6 × 10⁻27 × 3 × 10⁸. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറഞ്ഞാൽ 1.6 × 10⁻19. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ക്യാൻസലായി പോവും ഇല്ലേ? അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. എന്താണ് ആ ഫൈനൽ ആൻസർ? 4.23 m/s. ഓക്കെ അല്ലേ? ഫോർമുല ജസ്റ്റ് ഒന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി, വലിയ ടഫൊന്നുമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ശരി, ഓക്കെ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. എ പർട്ടിക്കുലർ ഹൈഡ്രജൻ ലൈക്ക് അയോൺ എമിറ്റ്സ് റേഡിയേഷൻ ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. വെൻ മേക്സ് എ ട്രാൻസിഷൻ തന്നിട്ടുണ്ട് 4th to 1. ദ ഫ്രീക്വൻസി ഓഫ് ദ റേഡിയേഷൻ വിൽ ബി ഇല്ലേ? നമുക്ക് തന്നിട്ടുള്ള ഫോർമുല എന്താണ്? നമ്മൾ ഫ്രീക്വൻസിയാണ് ക്വസ്റ്റ്യൻ. നമുക്കുള്ള സ്പെക്ട്രൽ ലൈൻസിൻ്റെ ഫോർമുല 1/λ R × 1/n1² മൈനസ് 1/n2². ഒരു ഫ്രീക്വൻസിയാണ്. നമുക്കറിയാം ഫ്രീക്വൻസി ഈക്വൽ ടു C/λ ഇല്ലേ? ഫ്രീക്വൻസി ഈക്വൽ ടു C/λ ഇല്ല നമ്മളെ ഫോർമുല. ഫ്രീക്വൻസി ഈക്വൽ ടു C/λ. അപ്പോൾ 1/λ എന്നുള്ളത് ഫ്രീക്വൻസി ബൈ സി. അപ്പോൾ ഫോർമുല ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് അപ്പോൾ ഫ്രീക്വൻസി ബൈ സി. ശരിയല്ലേ? 1/λ എന്നാണ് ഫ്രീക്വൻസി ബൈ സി നടത്തത്. ഫ്രീക്വൻസി വന്നിട്ടുണ്ട് എത്രയാണ്? 3 × 10⁻15/c ഇസ് ഈക്വൽ ടു R × എവിടെ നിന്ന് എങ്ങോട്ടാണ്? 1/1² മൈനസ് 1/4². ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇത് ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ അവർക്ക് വേണ്ടത് വാട്ട്സ് എ ന്യൂ ഫ്രീക്വൻസി വെൻ യുവർ ട്രാൻസിഷൻ ഈസ് 3 to 1. അപ്പം ഞാൻ അവിടെ ν'/c ഈസ് ഈക്വൽ ടു R × 1/1² മൈനസ് 1/3². ഇത് രണ്ടാമത്തെ കണ്ടീഷനാണ്. ഫസ്റ്റ് കണ്ടീഷനിൽ ഫ്രീക്വൻസി തന്നിട്ടുണ്ട് എത്രയാണ്? 3 × 10⁻15. ഓക്കെ അല്ലേ? C ക്യാൻസലാവും, R ക്യാൻസലാവും. പിന്നെ ബാക്കിയുള്ള സിമ്പിളായിട്ടുള്ള കാൽക്കുലേഷനാണ് ν'/3 × 10⁻15 ഈസ് ഈക്വൽ ടു ഇതിൻ്റെ ഇക്വേഷൻ അല്ലേ? 1/1² മൈനസ് 1/9 ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 9 - 1/9. ഇനി ഇക്വേഷൻ നമ്പർ 1 സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 16/16 - 1. ഇത് സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ ν'/3 × 10⁻15 ഈസ് ഈക്വൽ ടു 9 - 1 8 ആണ്. 8/9 × 16/15. അങ്ങനെയാണെങ്കിൽ ν' ഈസ് ഈക്വൽ ടു 3 × 8 × 16 × 10⁻15/15 × 9. ഇത് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് 2.84 × 10⁻15. ഓക്കെ അല്ലേ? എളുപ്പമാണ്.
ജസ്റ്റ് മാത്തമെറ്റിക്സിൻ്റെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിഞ്ഞില്ല. ഇത് ക്രോസ് മൾട്ടിപ്ലിക്ക് അറിയല്ലേ, ഇത് ഇങ്ങോട്ട് മേളിലോട്ട് പോവും, ഇതിവിടെ പോവും, ഇതിങ്ങനെ ഇവിടെ പോവും, ഇവിടെ ഇങ്ങോട്ട് പോവും. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കുക. ഈ ഞാൻ സ്റ്റെപ്പ് അതേപോലെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ജസ്റ്റ് അതേപോലെ ഒന്ന് എഴുതി വന്നാൽ മതി. ഓക്കെ, സമയമൊന്നും കളയണ്ട, ഇത് ജസ്റ്റ് നോക്കി എഴുതിയാൽ മതി. മാത്സ് ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ എഴുതിയാൽ പോയാൽ മതി. ഓക്കെ അല്ലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമല്ല, കിട്ടൂടാ, ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The momentum of an electron revolving in the third orbit of a hydrogen atom is given by. ബോറിൻ്റെ സെക്കൻഡ് പോസ്റ്റ്ലേറ്റ് നമുക്കറിയാം ഇല്ലേ? എന്താണ് സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്? ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു NH/2π. L is equal to NH/2π. അവർക്ക് വേണ്ടത് ലീനിയർ മൊമെൻറ്റം അല്ലേ? അപ്പോൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഫോർമുല എന്താണ്? ലീനിയർ മൊമെൻറ്റം ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ ലീനിയർ മൊമെൻറ്റം നമുക്ക് എങ്ങനെ എടുക്കാം? R ഇൻറ്റു P ഈസ് ഈക്വൽ ടു NH/2π. അത് R എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ബൈ P എന്നുള്ളത് ലീനിയർ മൊമെൻറ്റം ആണ്. അതിന് അപ്പം നമുക്ക് ആംഗുലർ മൊമെൻറ്റം കിട്ടും. അപ്പോൾ ഇവർക്ക് വേണ്ടത് P ആണ്. അപ്പോൾ P ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ഞാൻ എഴുതാം P ഈസ് ഈക്വൽ ടു NH/2πr എന്ന് എഴുതാം. ഓക്കെ അല്ലേ? N എത്ര തന്നിട്ടുള്ളത്? തേർഡ് ഓർബിറ്റ് ആണ്. അപ്പോൾ 3h/2πr. അത്രയേ ഉള്ളൂ. ഓപ്ഷൻ ഡി ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. മാസ് നമ്പേഴ്സ് ഓഫ് 2 ന്യൂക്ലിയർ ഓർ ഇൻ ദ റേഷ്യോ 5:4 ദെയർ ന്യൂക്ലിയർ ഡെൻസിറ്റി. അപ്പോൾ ന്യൂക്ലിയർ ഡെൻസിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണ്. അപ്പോൾ മാസിൻ്റെ റേഷ്യോ 5:4 ആണെങ്കിൽ ന്യൂക്ലിയർ ഡെൻസിറ്റിയിൽ മാറ്റം ഒന്നും വരത്തില്ല. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണ്. അപ്പോൾ റേഷ്യോ എന്തായിരിക്കും? 1:1. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. എനർജി റിക്വയർഡ് ഫോർ ദ ഇലക്ട്രോൺ എക്സൈറ്റേഷൻ ഇൻ ബെർലിയം അയോൺ ഇല്ലേ 3+, ഫ്രം ഫസ്റ്റ് ടു തേർഡ് ബോർ ഓർബിറ്റിസ്. ഫസ്റ്റ് ടു തേർഡ് എനർജിയാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം എനർജീൻ്റെ ഫോർമുല -13.6 Z²/n². ഇല്ലേ? ഫ്രം ദ ഫസ്റ്റ് ടു തേർഡ് ഓർബിറ്റ് എന്നല്ലേ? ഫസ്റ്റ് കൊടുക്കുമ്പോൾ എന്നിന് വാല്യൂ 1 കൊടുക്കുക. ബെർലിയം ആയതുകൊണ്ട് ബെർലിയത്തിന് ഇസഡിൻ്റെ വാല്യൂ എത്രയാണ്? 4. ഞാൻ ചുമ്മാ HLB എന്നിട്ട് ഫസ്റ്റ് ഹൈഡ്രജൻ, അടുത്ത H എന്ന് പറഞ്ഞാൽ ഹീലിയം ആണ്, അടുത്ത ലിത്തിയം ആണ്, അടുത്ത ബെർലിയം ആണ്. അതാണ് 1 2 3 4. ഇത് മാത്രം നോക്കി വെച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഹൈഡ്രജൻ, ഹീലിയം, ലിത്തിയം, ബെർലിയം. ഓക്കെ അല്ലേ? ഇപ്പോൾ 1 2 3 4 ഇവിടെ ചോദിച്ചാൽ ബെർലിയം അല്ലേ? അപ്പോൾ ചിലപ്പോൾ ലിത്തിയം ചോദിക്കുകയാണെങ്കിൽ 3 ഇട്ടാൽ മതിയടാ, വെറുതെ സമയം കളയണ്ട. ഇസഡിൻ്റെ വാല്യൂ 3 കൊടുത്താൽ. ഇപ്പോൾ ഇസഡിൻ്റെ വാല്യൂ ഇസഡല്ല ഇസഡിൻ്റെ വാല്യൂ നമ്മളിതനുസരിച്ച് കൊടുത്താൽ മതി. ഹൈഡ്രജൻ 1 കൊടുക്കുക, ഹീലിയത്തിന് 2 കൊടുക്കുക, ലിത്തിയത്തിന് 3 കൊടുക്കുക, ബെർലിയത്തിന് 4 കൊടുക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? അപ്പോൾ 13.6 ബൈ ഇൻ ദ ഫസ്റ്റ് ടു തേർഡ് ബോർ ഓർബിറ്റിസ് ഇല്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെ ചെയ്തിരിക്കുന്നത് ചോദിച്ചാൽ നോക്കിയേ, 13.6 ഞാൻ Z² കോമൺ ആയി പുറത്തേക്ക് എടുത്ത്. ഓക്കെ, ബൈ n². അപ്പോൾ ഫസ്റ്റ് 1 13.6 ബൈ 1 13.6. അടുത്തത് ഫസ്റ്റ് ടു തേർഡാണ്. 3 കൊടുക്കുമ്പോൾ 13.6 ബൈ 3 ഇല്ലേ? 13.6 ബൈ 3² എന്നാണ് 9. അപ്പോൾ ആൻസർ 1.5 കിട്ടും. ഇതും കൂടെ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് 12.1 ഇലക്ട്രോൺ വോൾട്ട് ഇൻറ്റു Z². ഇസഡിൻ്റെ വാല്യൂ 4 ആണ്. 4² 16 ആണ്. 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ 193 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ശരി. അടുത്തത് ഇത് വേണ്ട, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, ഇതിപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് സ്ക്വയർ ആണ്. അവിടെ ഡയഗ്രത്തിൽ റെക്റ്റാങ്കിൾ ഇരിക്കുന്ന സ്ക്വയർ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി. പോസിറ്റീവ് ചാർജസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് Q ആൻഡ് Q. ഡയഗ്രാം കാണുമ്പോൾ എക്കും ബിക്കും +Q ഉണ്ട്. അതേപോലെ തന്നെ AB മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇല്ലേ? അടുത്ത രണ്ട് സൈഡ് -Q. ഓക്കെ, ക്വസ്റ്റ്യൻ. കാൽക്കുലേറ്റ് ദ വർക്ക് ടു ബി ഡൺ ടു ടേക്ക് എ ചാർജ് ക്യാപ്സ് ലെറ്റർ Q ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സ്ക്വയർ ടു ദ മിഡിൽ ഓഫ് ദ സ്ക്വയർ AB. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ നിന്ന് എവിടെ കൊണ്ടുപോകണം? ഫസ്റ്റ് എടുത്തില്ലേ? സെൻറ്ററിന്ന് എന്താണ്? ഫ്രം ദ സെൻറ്റർ ഓഫ് ABയുടെ സെൻറ്ററിലോട്ട് കൊണ്ടുപോകണം. മനസ്സിലാവണുണ്ടോ? ഇതാണ് നമ്മൾ വർക്ക് ഡൺ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? ശരി. അപ്പോൾ സെൻറ്ററിൽ വർക്ക് ഡൺ എന്തായിരിക്കും ഒന്ന് പറയാമോ? വർക്കിൻ്റെ ഫോർമുല അല്ലെങ്കിൽ വർക്കാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല K ഇൻറ്റു Q1 Q2 ബൈ R ആണ് ഫോർമുല. ഓക്കെ അല്ലേ? എന്നാൽ ഇത് നോക്കി നിങ്ങൾ ഡയഗ്രാം ഞാൻ ഇപ്പോൾ സെൻറ്റർ മാത്രം എടുക്കാം ഇല്ലേ? സെൻറ്റർ മാത്രം എടുക്കാം. അപ്പോൾ സെൻറ്ററിലോട്ട് ഞാനൊരു ചാർജ് ക്യാപ്സ് ലെറ്റർ Q കൊടുത്ത് ഇല്ലേ? അപ്പോൾ +Q
ഈ ക്യൂ, ഇതൊരു ആൻസർ കിട്ടും. എഗെയിൻ പ്ലസ് ക്യൂ ക്യൂ രണ്ടാമത്തത്, മൈനസ് ക്യൂ ക്യൂ മൂന്നാമത്തത്, മൈനസ് ക്യൂ ക്യൂ നാലാമത്തത്. ഇതെല്ലാം കൂടെ ക്യാൻസലായിപ്പോവും. അപ്പോൾ സെൻറ്ററിൽ വർക്ക് ഡൺ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇനി എവിടെ കാണും? ഫൈനൽ മാത്രമേ ഉള്ളൂ. ഇനിഷ്യൽ അപ്പോൾ 0 ആയിട്ട് മാറി. ഇപ്പോൾ ഫൈനലാവുമ്പോൾ ഇപ്പോൾ ക്യൂ എവിടെ പോയി? ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ? ബിറ്റ്വീൻ എ ആൻഡ് ബി അല്ലേ നമ്മളെ ക്യൂ ഉള്ളത് അല്ലേ? ക്യാപ്സ് ലെറ്റർ ക്യൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എവിടെ നിന്നൊക്കെ പോവാം എനർജി? പ്ലസ് ക്യൂ ക്യാപ്സ് ലെറ്റർ ക്യൂ 1, പ്ലസ് ക്യൂ ക്യാപ്സ് ലെറ്റർ ക്യൂ 2, മൈനസ് ക്യൂ ക്യാപ്സ് ലെറ്റർ ക്യൂ 3 മൂന്നാമത്തത്, മൈനസ് ക്യൂ ക്യാപ്സ് ലെറ്റർ ക്യൂ 4. അപ്പോൾ 4 എനർജി ഉണ്ട്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ ഫസ്റ്റ് വൺ എഴുതുമ്പോൾ ക്യാപ്സ് ലെറ്റർ ക്യൂ ഇൻറ്റു ക്യൂ ബൈ എ കണ്ട ഇക്വേഷൻ ഫോർമുല എഴുതിയിട്ടുണ്ടോ? സെക്കൻഡ് വണ്ണിന് എന്താണ്? ക്യൂ ക്യൂ ബൈ എ. ഇവിടെ കെ ഉണ്ട്, ഞാൻ കെ ഇട്ടില്ല, ജസ്റ്റ് ലാസ്റ്റ് ഇടാന്ന് വെച്ചു. ഓക്കെ, വെറുതെ എഴുതിയ സമയം കളയുണ്ടല്ലോ. ഓക്കെ, ക്യൂ ക്യൂ ബൈ എ. അടുത്തത് എടുക്കേണ്ടത് മൂന്നാമത്തത് എടുക്കാം. അപ്പോൾ മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ ബൈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. സ്ക്വയർ ആയിട്ടല്ലേ ഒരു അസ്യൂം ചെയ്യാൻ പറഞ്ഞതില്ലേ? സ്ക്വയർ ആണെങ്കിൽ ഇത് ഇത്രം 2a ഇല്ലേ? ഇത് ഇത്രം 2a, ഈ 1ൻ്റെ ഇത്ര a. അപ്പോൾ ഇതൊരു ട്രയാങ്കിളാക്കി മാറ്റാം ഇല്ലേ? ട്രയാങ്കിളാക്കി മാറ്റുമ്പോൾ √2a ദ ഹോൾ സ്ക്വയർ പ്ലസ് a സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ √5a² എന്നിട്ട് അപ്പോൾ ആൻസർ ഡിസ്റ്റൻസ് √5a കിട്ടും. അതേപോലെ ഫോർത്ത് വൺ എടുക്കുമ്പോഴും മൈനസ് ക്യൂ ഇൻറ്റു ക്യൂ ബൈ √5a. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഞാൻ ഇവിടെ നിന്ന് ക്യൂ ബൈ എ പ്ലസ് ക്യൂ ബൈ എ 2q എന്ന് വരും അല്ലേ? ഇവിടെ മൈനസ് 2q എന്ന് വരും. ഞാനിപ്പോൾ ഇവിടെ കോമൺ എടുത്തിട്ടുള്ള ടേംസ് കെ 2q ഇൻറ്റു ക്യാപ്സ് ലെറ്റർ ക്യൂ ബൈ എ പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് നിങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം, നിങ്ങൾക്ക് ഡൗട്ട് വരും. അപ്പോൾ 2 ഇൻറ്റു ക്യൂ ബൈ എ ഓക്കെ മൈനസ് 2 ഇൻറ്റു ക്യൂ ബൈ √5a. അപ്പോൾ കോമൺ ടേം എന്തായാലും എല്ലാത്തിനും കെയും കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഞാൻ കെ പുറത്തേക്ക് എടുത്ത് 2q പുറത്തേക്ക് എടുത്ത് എയും പുറത്തേക്ക് എടുത്ത് 1 മൈനസ് 1 ബൈ √5. 1 മൈനസ് 1 ബൈ √5 ഓപ്ഷൻ എന്താണ്? 2 കൂടെ ഉണ്ട്, ഓപ്ഷൻ ബി. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ പൊട്ടൻഷ്യൽ ഇൻസൈഡ് എ സ്പെരിക്കൽ ബോൾ ഈസ് ഗിവൺ ബൈ ഒരു ഇക്വേഷൻ ഉണ്ട്, v = AR²B. ദ വോളിയം ചാർജ് ഡെൻസിറ്റി. വോളിയം ചാർജ് ഡെൻസിറ്റി ഒക്കെ നമ്മൾ പറയുമ്പോൾ അത് ഗോസസ് ലോയായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിക്കൊള്ളണം. അപ്പോൾ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ ഗോസസ് ലോയുടെ തിയറം അനുസരിച്ചിട്ട് ഗോസസ് ലോയുടെ ഫോർമുല എന്താണ്? ഫ്ലക്സ് = E.Δs Q/ε0. ഇതല്ലേ നമ്മളെ ഫോർമുല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? ഇലക്ട്രിക് ഫീൽഡ് വേണം. തന്നിരിക്കുന്ന ഇക്വേഷൻ പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഫോർമുല എന്താണ്? -dV/dr അല്ലെങ്കിൽ dV/dh എങ്ങനെ എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ dVനെ r കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? -AR² എന്തായിട്ട് മാറും? 2AR. b എന്തായിട്ട് മാറും? 0. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കിട്ടി. അപ്പോൾ E.Δs അല്ലേ? അപ്പോൾ ഈൻ്റെ വാല്യൂ -2AR ഇൻറ്റു Δs. Δs എന്ന് പറഞ്ഞാൽ സ്പെരിക്കൽ ബോൾ അല്ലേ? സ്പെരിക്കൽ ബോളിൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ എടുക്കാം? 4πr² എന്ന് തന്നെ എടുക്കാം അല്ലേ? ഓക്കെ, ഈസ് ഈക്വൽ ടു Q/ε0 ഇല്ലേ? ഇത് ഗോസസ് ലോ ആണ് എഴുതിയിരിക്കുന്നത്. ഗോസസ് ലോ ഇത് മാറിപ്പോലെ ഞാൻ മേളിൽ എഴുതിയിട്ടുണ്ട്. ഗോസസ് ലോ ഇതിങ്ങനെ എഴുതുകയാണ്. E.Δs ഈസ് ഈക്വൽ ടു Q. നമുക്കറിയാം ക്യൂവിൻ്റെ ക്യൂ അല്ല സിഗ്മ. ഇവിടെ വോളിയം ചാർജ് ഡെൻസിറ്റിയാണ്. അപ്പോൾ റോ ഇല്ലേ? വോളിയം ചാർജ് ഡെൻസിറ്റീൻ്റെ ഫോർമുല എന്തായിരിക്കും? എനിവൺ? റോ ഈസ് ഈക്വൽ ടു ലീനിയർ ഡെൻസിറ്റി നമുക്കറിയാം λ Q/L. അപ്പോൾ ഇവിടെ എന്ത് വരും? Q/ വോളിയം. അപ്പോൾ ക്യൂ നമുക്ക് എങ്ങനെ എഴുതാം? റോ ഇൻറ്റു വോളിയം ഇല്ലേ? അപ്പോൾ ഇവിടെ ക്യൂ ഗോസസ് ലോയിലെ ക്യൂ നമുക്ക് എങ്ങനെ എടുക്കാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം ഓഫ് എ സ്പിയർ എന്താണ്? 4/3πr³ ഓക്കെ അല്ലേ? ഇനി ഇതിലെ ടേംസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. r², r ക്യാൻസലാവും, 4 ക്യാൻസലാവും, പൈ ക്യാൻസലാവും. ക്വസ്റ്റ്യൻ റോ അല്ലേ? അപ്പോൾ ഇത് മൾട്ടിപ്ലൈ നോക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു 3 ഇവിടെ ഉണ്ട്, ε0 അങ്ങോട്ട് പോകും അല്ലേ? -6AR∈0 അല്ലേ? ക്ലിയർ അല്ലേ? എന്നാൽ ഇവിടുത്തെ ആറും ഈ ഒരു ആറും കൂടെ ക്യാൻസൽ. അപ്പോൾ 6 അവിടെ നിന്ന് ഒഴിവാക്കി കിട്ടും. ബിക്കോസ് ഇവിടെ r³ ഉണ്ട്, ഇവിടെ r² ഉണ്ട്, r ഉണ്ട്. അപ്പോൾ r² × r r³. അപ്പോൾ നമുക്കിവിടെ 6 വരത്തില്ല. അപ്പോൾ ആൻസർ എന്ത് കിട്ടും?
6a ε0. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അതായത് നിറയെ പേർക്കും ഡൗട്ട്, നമുക്കിത് പെട്ടെന്ന് എക്സാമിന് കിട്ടിയാൽ നമുക്കങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നിങ്ങളൊന്ന് ഓർക്കുക, ഈ പൊട്ടൻഷ്യൽ തന്നിട്ട് ഈ സർഫസ് ചാർജ് ഡെൻസിറ്റി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഓർക്കുക, അത് ഗോസസിലായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അവർ പെട്ടെന്ന് പറയത്തില്ല, നമ്മളത് കണ്ടുപിടിക്കണം. നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? വോളിയം ചാർജ് ഡെൻസിറ്റി മനസ്സിലായോ? ഓക്കെ, അടുത്തത് തിൻ സെമി സർക്കിൾ റിങ്. ഈ ക്വസ്റ്റ്യൻ വരുമ്പോൾ തിൻ സെമി സർക്കിൾ റിങ് അല്ലേ? നമ്മൾ റിങ്ങിൻ്റെ പഠിച്ചിട്ടില്ല. നമ്മൾ എന്താണ്, ഇൻഫൈനൈറ്റ് ലോങ് കണ്ടക്ടർ ഉണ്ട്, ആ ഫോർമുലകത്ത് എഴുതുക. ഇത്രയും പഠിച്ചു, അത് എളുപ്പത്തിൽ അങ്ങ് പഠിക്കാം. ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആൻ ഇൻഫൈനൈറ്റ് ലോങ് കണ്ടക്ടർ. ഇൻഫൈനൈറ്റ് ലോങ് കണ്ടക്ടറിൻ്റെ ഫോർമുല എന്തായിരുന്നു? E=λ/2πε. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് അറിയാം. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ എന്താണ്, സെമി സർക്കിൾ റിംഗ് ആയിട്ട് മാറി. ഇനി ലാംഡേൻ്റെ ഫോർമുല എന്താണ്? Q/L. അപ്പോൾ E=λ Q/L അല്ലേ? അപ്പോൾ 2πε0 R × L എന്ന് എടുക്കാം. ഇതൊരു ഓക്കെ ആണോ? ഇത് സെമി സർക്കിൾ അല്ലേ? സെമി സർക്കിൾ ആകുമ്പോൾ L എന്ന് പറഞ്ഞാൽ L മാത്രം മാറ്റിയാൽ മതി. സെമി സർക്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, സർക്കിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻസ് ലെങ്ത് 2πr ആണ്. അപ്പോൾ സെമി സർക്കിളിന് L എന്നുള്ളത് എന്തായിട്ട് മാറും? πr ആയിട്ട് മാറും. മനസ്സിലാവുന്നുണ്ടോ? ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ ഈ സർക്കിളിനെ കട്ട് ചെയ്തൊരു ലെങ്ത് ആക്കി മാറ്റിയാൽ, അപ്പോൾ ഇപ്പം നോർമലി ലെങ്ത് L ആണെങ്കിൽ അത് സർക്കിളായിട്ട് മാറുമ്പോൾ അതിന് ലെങ്ത് 2πr. അപ്പോൾ സെമി സർക്കിൾ ആകുമ്പോൾ πr, അത്രയേ ഉള്ളൂ. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? Q/2π²R²ε0 ഇല്ലേ? യെസ്. ഇനി ഡയറക്ഷൻ നോക്കണം. ഇവിടെ നോക്കിയേ, ഈ ഡയറക്ഷൻ നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കിയേ. എല്ലാം പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ? പോസിറ്റീവ് ചാർജ് ടു പോയിൻ്റ് O ആണ്. അപ്പോൾ ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും, ഈ പോസിറ്റീവ് ചാർജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ക്യാൻസൽ ആവും. ഈ നടുക്കുള്ള പോസിറ്റീവ് ചാർജ് മാത്രമേ കാണത്തുള്ളൂ. പോസിറ്റീവ് ചാർജ് ടു പോയിൻ്റ് O എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് ചാർജ് പുറത്തോട്ടായിരിക്കും പോവുക. പോസിറ്റീവ് ടു പോയിൻ്റ് O എന്ന് പറഞ്ഞാൽ ആ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകണം. ഇപ്പം നെഗറ്റീവ് ആണ് തന്നിരുന്നെങ്കിൽ, നെഗറ്റീവ് ടു പോയിൻ്റ് O ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഇത്ര ഓർത്താൽ മതി. ഇങ്ങ് നോക്കി, എൻ്റെ കയ്യിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഒരു പോയിൻ്റ് ഉണ്ട്. ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചോദിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ആ പോയിന്റിൽ നിന്ന് പുറത്തേക്ക് പോകും. മനസ്സിലായോ? ഇപ്പം നെഗറ്റീവ് ചാർജും പോയിന്റും ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് നോക്കിയിട്ടാൽ മതി. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് ആ പോയിന്റ് O നിന്ന് പുറത്തേക്ക് പോകും. അതായത് ജെയിൻ്റെ ഡയറക്ഷനാണ്, +J ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. +J എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പ്ലസ് നിന്ന് പോയിന്റ് O എടുക്കുമ്പോൾ അത് O നിന്ന് പുറത്തോട്ട് പോകണം. ആ പുറത്തേക്ക് പോകണത് എങ്ങോട്ടാണ്? +Jൻ്റെ ഡയറക്ഷൻ അല്ലേ? ഇതിപ്പോൾ മൈനസ് ചാർജ് ആയിരുന്നെങ്കിൽ ആൻസർ എന്തായിരുന്നു? -J ആയിന്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ശരി, അടുത്തത് എ പോയിന്റ് ചാർജ് ഓഫ് 8 മൈക്രോകൂളും ഇസ് പ്ലേസ്ഡ് അറ്റ് ദ ഒറിജിൻ. ഓക്കെ, അപ്പോൾ നമ്മളതിൽ ഒരു 8 മൈക്രോകൂളും ചാർജ് ഉണ്ട്. ഇസ് പ്ലേസ്ഡ് അറ്റ് ദ ഒറിജിൻ. ഒറിജിൻ എന്ന് പറയുമ്പോൾ 0, 0. അറ്റ് വാട്ട് ലൊക്കേഷൻ ഓൺ ദ എക്സ് ആക്സിസ്? ഓക്കെ, അപ്പോൾ എക്സ് ആക്സിൻ്റെ ഒരു അറ്റത്ത് വിൽ ഹാവ് എ ചാർജ് 32 മൈക്രോകൂളും. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിൽ തന്നെ ഒരു ചാർജ് ഉണ്ട് 32 മൈക്രോകൂളും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 8ഉം 32ഉം നമ്മൾ ഡിസ്റ്റൻസ് ഞാൻ 6 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ പറയണത്, ഞാൻ അങ്ങനെയാണെങ്കിൽ ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0. അപ്പം നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് 0 എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പം ഈ രണ്ട് ചാർജിൻ്റെ ഏതോ ഒരു പോയിന്റിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. എന്നാൽ ആ ഡിസ്റ്റൻസ് പറയുന്നുണ്ട് 4 സെൻറ്റിമീറ്റർ ഓൺ ദ എക്സ് ആക്സിസ്. അതായത് 8 മൈക്രോകൂളും എന്ന് പോയിന്റ് പി എന്ന് പറഞ്ഞാൽ അവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പോൾ 8 നിന്ന് പോയിന്റ് പിയിലേക്കുള്ള ദൂരം 4 ആണെങ്കിൽ പി നിന്ന് 32ലേക്കുള്ള ദൂരം എങ്ങനെ എടുക്കാം? 6 - 4 എന്ന് എടുക്കാം. ഇത് ക്ലിയർ ആണോ? അപ്പോൾ 8 മൈക്രോകൂളം സ്റ്റാർട്ടിംഗ് പോയിന്റും 32 എക്സ് ആക്സിസിലാണ്. എന്നാൽ 8ഉം 32ൻ്റെ ഇടയ്ക്ക് ഏതൊരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അത് നമ്മൾ പോയിന്റ് പി നിന്ന് എടുക്കും. എന്നാൽ 8ഉം പോയിന്റ് പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 ആണെങ്കിൽ പിയും 32 നമ്മൾ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ എടുക്കാം? 6 - 4 എന്ന് എടുക്കാം. ഇത് ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട. ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ചാർജ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ ഇട്ടാൽ മതി. അപ്പം 8 എന്നുള്ളത് 8 മൈക്രോകൂളും. അപ്പം മൈക്രോ എന്നുള്ള 8 എന്ന് ഇട്ടാൽ മതി. ബൈ പോയിന്റ് പിയിലേക്കുള്ള ദൂരം എത്രയാണ്? 4 സ്ക്വയർ. സിമ്പിൾ. ഇനി 32, ഇപ്പോൾ സൈഡ് 32 എടുക്കുക. 32 ഒന്ന് പോയിന്റ് പിയിലേക്കുള്ള ദൂരം 6 - 4 ദ ഹോൾ സ്ക്വയർ. ഡിസ്റ്റൻസ് സ്ക്വയർ ഇടുക. ഇനി 8 32ൽ 4. ഇവിടെ നോക്കി, ഡിനോമിനേറ്റർ എല്ലാത്തിനും സ്ക്വയർ ഉണ്ട്. ഞാൻ സ്ക്വയർ റിമൂവ് ചെയ്യുമ്പോൾ 4 സ്ക്വയർ 4 ആയിട്ട് മാറും. ഈ 4 എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും.
ആർ മൈനസ് ഫോർ ദ ഹോൾ സ്ക്വയർ എന്തായിട്ട് മാറും? ആർ മൈനസ് ഫോർ ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ആർ മൈനസ് ഫോർ ഇസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. ആർ ഇസ് ഈക്വൽ ടു 8 പ്ലസ് 4 എന്ന് വരും. 8 പ്ലസ് 4 12 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ശരി, യെസ്. ഇനി നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിലേക്ക് വരാം. ഓക്കെ, നല്ലൊരു സർക്യൂട്ടൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ നോക്കിയേ, ഇതൊരു സർക്കിൾ ലൂപ്പ് ആണെങ്കിലും ഇത് എയും ബിയും തന്നിട്ടുണ്ട് അല്ലേ? എയും ബിൻ്റെ ഇടയ്ക്ക് വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ ബീനെ ഞാൻ എ ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാണ് കേട്ടോ. മനസ്സിലായോ? എന്തുകൊണ്ട് എ ആയിട്ട് എടുത്തെന്ന് മനസ്സിലായോ? കാരണം എൻ്റെ ബിൻ്റെ ഇടയ്ക്ക് വേറെ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ആ സർക്കുലർ ലൂപ്പിൽ ബീനെ ഞാൻ എയിൽ എടുത്ത്, അടുത്ത പോയിന്റിൽ എന്തിൽ ഇടയ്ക്ക് റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് എയിൽ നിന്ന് എടുക്കാം, പക്ഷെ അടുത്ത റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമുക്ക് ഏതൊക്കെ ലെറ്റേഴ്സാണ് ഉള്ളത്? എ, ഡി, ഇ. അപ്പോൾ എയും ഡിയും ടെർമിനൽസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എ ഡി രണ്ട് എൻഡ് ആയിട്ട് എടുത്ത് നടുക്കുള്ള പോയിന്റ് ഇ. ഇത് വരച്ചത് മനസ്സിലായോ? ഞാൻ എന്തുകൊണ്ടാണ് എ രണ്ട് അറ്റത്താക്കിയത്? ബിക്കോസ് എയും ഡിൻ്റെ ഇടയ്ക്കാണ് ബാറ്ററി ഉള്ളത്. അപ്പോൾ ഞാൻ എനും ഡിനെ ടെർമിനലാക്കി മാറ്റിയാൽ നടുക്കുള്ള ഒരു പോയിന്റ് ഇ ആണ്. ഓക്കെ അല്ലേ? ഇനി എ ഇന്ന് ഇയിലേക്ക് എത്ര റെസിസ്റ്റൻസ് ഉണ്ട്? എ ഇന്ന് ഈ ഫസ്റ്റ് റെസിസ്റ്റൻസ് എത്രയാണ്? 2 ഓം. ഞാൻ 2 ഇവിടെ മാർക്ക് ചെയ്ത്. അടുത്ത എ ഇന്ന് ഇയിലേക്കുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? 3 ഓം. ക്ലിയർ അല്ലേ? അടുത്ത എ ഇന്ന് ഇയിലേക്കുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? 6 ഓം. ക്ലിയർ ആണോ? ഇനി ഇന്ന് ഡിയിലേക്കുള്ള റെസിസ്റ്റൻസ് എത്രയാണ്? 3 ഓം. ഇതുവരെ ക്ലിയർ ആണോ? ഇനി എ ഇന്ന് ഡിയിലേക്കുള്ള റെസിസ്റ്റൻസ്, ഒരു മെയിൻ റെസിസ്റ്റൻസും കൂടെ ഉണ്ട്, അത് എത്രയാണ്? 6 ഓം. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതിൻ്റെ ഡയഗ്രാം എഗെയിൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. എ ടു ഈ 3 റെസിസ്റ്റർ ഉണ്ട്. 2, 3, 6 പാരലാണ് അല്ലേ? 2, 3, 6 പാരലാണെങ്കിൽ നമ്മളത് എങ്ങനെ എടുക്കും? 1/R ഈക്വൽ ടു 1/2 പ്ലസ് 1/3 പ്ലസ് 1/6. അപ്പോൾ ഇവിടെ എൽ സി എം ഞാൻ 6 എന്ന് എടുക്കുവാണെങ്കിൽ ഓരോ ടേമിനെയും എൽ സി എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1/2 ഇൻറ്റു 6 3 പ്ലസ് 1/3 ഇൻറ്റു 6 2 പ്ലസ് 1. അപ്പോൾ 6/6. അപ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഞാൻ ഡയഗ്രാം വീണ്ടും മാറ്റി വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ എയിന്ന് ഈ ഒറ്റ റെസിസ്റ്റർ 1 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഇന്ന് ഡി എഗെയിൻ ഒരു റെസിസ്റ്ററേ ഉള്ളൂ. എത്രയാണ്? 3. ഇനി എയിന്ന് ഡിയിലേക്കുള്ള റെസിസ്റ്റർ എത്രയാണ്? 6. ഇനി ഇപ്പോൾ ഡയഗ്രാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം 3ഉം 1ഉം സീരീസ് ആണ്. അപ്പോൾ 3ഉം 1ഉം ആകുമ്പോൾ എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. അപ്പോൾ 6ഉം 4ഉം പാരലാണ്. അപ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് ഇവിടെ നിന്ന് കിട്ടും. എങ്ങനെ എഴുതാം? 6 ഇൻറ്റു 4/6 പ്ലസ് 4 എന്ന് എടുക്കാം ഇല്ലേ? 6 ഇൻറ്റു 4 എത്രയാണ്? 24/10 എന്ന് കിട്ടും. അപ്പം നെറ്റ് റെസിസ്റ്റൻസ് 2.4 എന്ന് കിട്ടി. ക്ലിയർ ആണോ? എന്നാൽ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ടോട്ടൽ കറണ്ട് ആണ്. അപ്പോൾ ഐ ഇസ് ഈക്വൽ ടു ഫോർമുല എന്താണ്? V/R ആണ്. വോൾട്ടേജ് തന്നിട്ടുണ്ട് 4.8 ഇല്ലേ? നമ്മൾ നെറ്റ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? 2.4. അപ്പോൾ 2.4 4.8 എത്ര ടൈംസ് ആണ്? 2 ടൈംസ്. അപ്പോൾ ആൻസർ 2 ആംപിയർ. ഈ സർക്കിളൊക്കെ വരച്ച് നോക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ദ ചാർജ് ഫ്ലോയിങ് ഇൻ എ കണ്ടക്ടർ ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, ചാർജ് തന്നിട്ടുണ്ട്, മിനിമം വാല്യൂ ഓഫ് കറണ്ട്. അപ്പോൾ ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ ഫോർമുല എടുക്കാം. എന്താണ് കറണ്ടിൻ്റെ ഫോർമുല? ഐ ഇസ് ഈക്വൽ ടു dQ/dt. ശരിയല്ലേ? dQ/dt ആണെങ്കിൽ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ AT³ എന്തായിട്ട് മാറും? 3AT² മൈനസ് 2BT പ്ലസ് C ആയിട്ട് മാറും ഇല്ല? ഇനി മാക്സിമം മിനിമം ആണെങ്കിൽ ഒരു ടൈം കൂടെ അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ DI/dt വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 6AT മൈനസ് 2B എന്ന് കിട്ടും. കാരണം T² എന്തായിട്ട് മാറും? 2T ആയിട്ട് മാറും. ഫോർ മാക്സിമം ഓർ മിനിമം DI/dt ഷുഡ് ബി ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇംപ്ലൈസ് 6AT ഈസ് ഈക്വൽ ടു 2B. therefore T is equal to 2B/6A that is equal to B/3A. അപ്പോൾ ടൈം കിട്ടി. എന്താണ്? B/3A. ഇതിനെ എവിടെ ഇക്വേഷനിലിട്ട് ഇടണം? കറണ്ടിൻ്റെ ഇക്വേഷനിലേക്ക് ഇടണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I is equal to 3A ഇൻറ്റു T². T² എന്ന് പറയുമ്പോൾ B²/9A² മൈനസ് 2B ഇൻറ്റു ടീൻ്റെ വാല്യൂ അഗെയിൻ B/3A പ്ലസ് C. ഓക്കെ അല്ലേ? ഈ എയും ഈ A² ക്യാൻസൽ ആവും. ഈ 3യും ഈ 9ഉം 3 ടൈംസ്. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? B²/3A ഇല്ലേ? മൈനസ് 2B²/3A പ്ലസ് C എന്ന് കിട്ടും.
അപ്പോൾ ഇത് നമുക്ക് എൽ സി എം നോക്കണമെന്നില്ല, 3a തന്നെ ബോർഡർ ഇല്ലേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? b² / 3a മൈനസ് 2b². അപ്പോൾ മൈനസ് b²/3a പ്ലസ് c. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി, c മൈനസ് b²/3. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത നോക്കിയേ. ദ കറണ്ട് ഐ ഡ്രോൺ ഫ്രം ദി 10 വോൾട്ട് സോഴ്സസ്. ദ കറണ്ട് ഐ ഡ്രോൺ ഫ്രം ദി 10 വോൾട്ട്സ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഫസ്റ്റ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആയിട്ട് തോന്നും, കാരണം 5 റെസിസ്റ്റർ ഉണ്ട്. അപ്പോൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 20യും 10ഉം കൂടെ ഡിവൈഡ് ചെയ്യാം ഇല്ലേ. അപ്പോൾ ഞാനിവിടെ എഴുതുകയാണ് 20/10. ഇനി ഇവിടുത്തെ 2 റെസിസ്റ്റർ 40യും 20യും, അപ്പോൾ അതും കൂടെ റേഷ്യോ എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 20/10 ആൻസർ 2. 20 40 എത്രയാണ്? 2. അപ്പോൾ റേഷ്യോ സെയിം ആണെങ്കിൽ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അല്ലേ, ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ 50 ഓം നമുക്ക് ഒഴിവാക്കാം. 50 ഓം നമുക്ക് ഒഴിവാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ 20യും 40യും ഒരേ ലൈനിൽ വരും. ഇപ്പോൾ 20 + 40 എന്തായിട്ട് മാറും? 60. അതേപോലെ ഈ 10ഉം 20യും ഒരേ ലൈനിലോട്ട് വരും. അത് എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ഇപ്പോൾ 60യും 30യും ഇല്ലേ, 20 + 10 30 ആണ്, 20 + 40 60. അപ്പോൾ 60യും 30യും പാരലാണ്. അപ്പം നമുക്ക് ഡയറക്റ്റ് എഴുതാം 60 × 30/60 + 30. 60 × 30 1800/90. സോ നമ്മൾ ആൻസർ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. ക്വസ്റ്റ്യൻ ഐ ആണ്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് 20 എന്ന് കിട്ടും. നമുക്കിനി ഐ എഴുതാം. ഐ ഈസ് ഈക്വൽ ടു V/R ഇല്ലേ, ക്ലിയർ അല്ലേ? വി എത്രയാണ്? 10. റെസിസ്റ്റൻസ് എത്രയാണ്? 20. അപ്പോൾ 1/2 എത്രയായിട്ട് ആൻസർ? 0.5. എത്രയേ ഉള്ളൂ. ഇനി ഈ പവർ റേറ്റിംഗ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ബൾബ് പവറിൻ്റെ ഫോർമുല V²/R എന്ന് എഴുതുക കേട്ടോ, വേറെ ഒന്നും എഴുതല്ലേ. പവർ റേറ്റിംഗ് P = അപ്പോൾ ഈ നമ്മളൊരു ബൾബ് തന്നു കഴിഞ്ഞാൽ ബൾബിൻ്റെ നമ്മൾ കടയിൽ നിന്നൊരു ബൾബ് വാങ്ങുകയാണ്. ആ ബൾബിന് അതിൽ എഴുതിയിട്ടുണ്ട് 240 വോൾട്ടും 80 വാട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യണം അതിന് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഫോർമുല P = V²/R. അത്രയേ ഉള്ളൂ. P എത്രയാണ്? 80 വാട്ട്. പവർ ഇസ് ഈക്വൽ ടു വോൾട്ടേജ് 240 ആണ്. അപ്പോൾ 240²/R. അപ്പോൾ നമുക്ക് ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ട് R is equal to 240 × 240/80. ഇത് ചെയ്യുമ്പോൾ R is equal to 720 എന്ന് കിട്ടും. അപ്പോൾ എനിക്ക് റെസിസ്റ്റൻസ് 720 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ക്ലിയർ ആണോ? അപ്പോൾ റെസിസ്റ്റൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് വേണ്ടത് ദ പവർ കൺസ്യൂംഡ് ബൈ ഇറ്റ്. എഗെയിൻ പവറിൻ്റെ ഫോർമുല V²/R എന്ന് എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് എത്രയാണ്? ആ ഇലക്ട്രിക് ബൾബിൽ കൊടുക്കുന്ന വോൾട്ടേജ് 120. അപ്പോൾ പവർ ഈസ് ഈക്വൽ ടു 120² റെസിസ്റ്റൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 720. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിഷ്യലി നമ്മളൊരു ബൾബിൻ്റെ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ട് അവിടുത്തെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. എഗെയിൻ പവർ ഈക്വൽ ടു V²/. അപ്പോൾ R വന്നിട്ട് ആ ബൾബിൻ്റെ റെസിസ്റ്റൻസ് കിട്ടി. ഈ V എന്നുള്ളത് നമ്മൾ സപ്ലൈ ചെയ്യണ വോൾട്ടേജ് എത്രയാണ്? 120. അപ്പോൾ 120²/720. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾ ആൻസർ 20 വാട്ട് എന്ന് കിട്ടും കേട്ടോ. ട്രൈ ചെയ്താൽ മതി. 120 × 120/720. ഇത് കാണുമ്പോൾ എനിക്കറിയാം 0 ക്യാൻസൽ ചെയ്യും. ശരിയല്ലേ? 72 12. അപ്പോൾ അത് നോക്കിയാൽ മതി. 6 ടൈംസ് ഇല്ലേ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കുക. 6 12 2. അപ്പോൾ ആൻസർ 20 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 2 സോഴ്സസ് ഹാവിങ് ഈക്വൽ EMF. ഇപ്പോൾ ഇവിടെ 2 ബാറ്ററി ഉണ്ട്. ഒന്ന് ഈ അടുത്ത ബാറ്ററി, അതിന് 2 റെസിസ്റ്റൻസ് ആണ് R1 R2. അപ്പോൾ 2 ബാറ്ററി ആണെങ്കിൽ ഇവിടെ നമുക്ക് 2 പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഒന്ന് V1, ഒന്ന് അടുത്തത് V2. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഞാൻ V1 എന്നുള്ളത് ഞാൻ എങ്ങനെ എടുക്കും? E - IR1 എന്ന് എടുക്കും. V2 എന്നുള്ളത് നമ്മൾ എങ്ങനെ എടുക്കും? E - IR2. ഇത് ബാറ്ററിയുടെ കണ്ടീഷനുള്ള പൊട്ടൻഷ്യലാണ്. EMF - IR1. V2 എന്നുള്ളത് E - IR2. കാരണം ഇത് സീരീസ് ആയതുകൊണ്ട് കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ ആണോ? എന്നാൽ ഇതിൽ ക്വസ്റ്റ്യൻ പറയണത് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓൺ ദ സെക്കൻഡ് റെസിസ്റ്റർ ഈസ് 0. അപ്പോൾ ദ ഇന്റൽ റെസിസ്റ്റൻസ് 2 R1 R2 എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ ഇന്റൽ റെസിസ്റ്റൻസ് R2 ഈസ് 0. അതിനർത്ഥം V2 0 എന്ന് എടുത്താൽ മതി. ഇപ്പോൾ V2 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് റിലേഷൻ കിട്ടും E = I × R2. കഴിഞ്ഞു. ഇനി ടോട്ടൽ വോൾട്ടേജ് ഫ്രം ദ ഡയഗ്രാം നമുക്ക് എടുക്കാം. ടോട്ടൽ വോൾട്ടേജ് എന്നുള്ളത് V1 + V2 ആണ്. V2 0 വന്നിട്ടുണ്ട്. V1 എന്താണ്? E - IR1. V എന്നുള്ളത് ടോട്ടൽ പൊട്ടൻഷ്യൽ. ഇവിടുത്തെ റെസിസ്റ്റൻസ് R ആണ്, എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് R ആണ്. അപ്പോൾ V എനിക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ പൊട്ടൻഷ്യൽ I × R എന്ന് എടുക്കാം.
ക്ലിയർ അല്ലേ? എക്സ്റ്റേണൽ സപ്ലൈ. അപ്പോൾ I ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു ഇ മൈനസ് IR1. ബട്ട് ആക്ച്വലി വാട്ട് ഈസ് I ഇൻറ്റു R2. ഇൻ്റെ സ്ഥാനത്ത് IR2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലാത്തിനും I ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് R ഇസ് ഈക്വൽ ടു R2 മൈനസ് R1, ഓപ്ഷൻ എ കിട്ടും. ഇത്രയും ക്ലിയർ അല്ലേ? ഇത് മനസ്സിലായോ? ബാറ്ററിയും ഇൻ്റർണൽ റെസിസ്റ്റൻസും ഉള്ളപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുതേണ്ട ഫോർമുല V ഈക്വൽ ടു ഇ മൈനസ് IR1, അത്രേ ഉള്ളൂ. ഒന്നിൻ്റെ പൊട്ടൻഷ്യൽ 0 എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് V2 0 എന്ന് എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് E ഈക്വൽ ടു IR2 എന്ന് കിട്ടും. ഇനി ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V1 പ്ലസ് V2 ആണ്. V2 0 പറഞ്ഞിട്ടുണ്ട്. V1 നമുക്ക് എഴുതാം ഇ മൈനസ് IR1, ബട്ട് ഇ എന്നുള്ളത് IR2 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഇനി V എന്നുള്ളത് പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ എടുക്കാം? I ഇൻറ്റു ആർ എന്ന് എടുക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ഇനി എനി മാഗ്നറ്റിക് നീഡിൽ lying parallel to a uniform magnetic field is turned through an angle 30 degree. ഇപ്പോൾ പാരലൽ ആകുമ്പോൾ ആദ്യം തീറ്റ 0 എന്ന് 30 ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ W ആണെങ്കിൽ ടോർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഫോർമുല. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല നമുക്കറിയാം. വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ -MB കോസ് തീറ്റ എന്ന് എടുക്കാം. അല്ലെങ്കിൽ വർക്ക് ഡണ്ണിൻ്റെ ഫോർമുല MB ഇൻറ്റു കോസ് മൈനസ് ഒഴിവാക്കുകയാണെങ്കിൽ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. തീറ്റ 1 0 എന്ന് കൊടുക്കുക. വാട്ട് ഈസ് കോസ് 0 1 ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വാട്ട് ഈസ് കോസ് 30 √3/2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ MB LCM 2 എടുക്കുക. ഇവിടെ 3 ആണ്. അപ്പോൾ MB/2 ഇൻറ്റു 2 മൈനസ് √3 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ വർക്ക് കിട്ടി. ക്വസ്റ്റ്യൻ അടുത്ത ടോർക്കാണ്. ടോർക്കിൻ്റെ ഫോർമുല MB സൈൻ തീറ്റയാണ്. അപ്പോൾ നമുക്കിവിടെ നിന്ന് എഴുതാം MB/2 ഇൻറ്റു 2 മൈനസ് √3 W ആണ് അല്ലേ? അപ്പോൾ വാട്ട് ഈസ് MB ഈസ് ഈക്വൽ ടു 2W ബൈ അല്ലേ? ഇവിടെ തന്നെ സിംപ്ലിഫൈ ചെയ്യാമല്ലേ? MB എന്നുള്ളത് 2W ബൈ 2 മൈനസ് √3 ഇൻറ്റു സൈൻ 30. സൈൻ 30യുടെ വാല്യൂ 1/2. ആ 2 2 ക്യാൻസൽ ചെയ്യുമ്പോൾ ആൻസർ എന്താണ്? W/2 മൈനസ് √3. ഓക്കെ അല്ലേ? ഇനി എ മാഗ്നറ്റ് നീഡിൽ കെപ്റ്റ് ഇൻ എ നോൺ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. നോൺ യൂണിഫോം ആണെങ്കിൽ ഫോഴ്സും ടോർക്കും 0 അല്ല. യൂണിഫോം ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് 0 ആവും കേട്ടോ. ടോർക്ക് നോട്ട് ഈക്വൽ ടു 0. ക്ലിയർ ആണോ? ഇത് നോൺ യൂണിഫോം ആയതുകൊണ്ട് ഫോഴ്സും ടോർക്കും 0 അല്ല. ക്ലിയർ അല്ലേ? ഇനി തിൻ പവർഫുൾ മാഗ്നറ്റിക് നീഡിൽ. ഈ നീഡിൽ ഓസിലേറ്റ് ചെയ്യുവാണെങ്കിൽ, നമ്മളൊരു നീഡിലിനെ ഒരു റോപ്പിൽ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ, ഇല്ല ഒരു നീഡിലിനെ ഇങ്ങനെ കെട്ടിത്തൂക്കി ഇടുവാണെങ്കിൽ അത് നിന്ന് കറങ്ങും. അത് ഓസിലേറ്റ് ചെയ്യും, സിമ്പിൾ ഹാർമോണിക്. അതിൻ്റെ ടൈം പീരീഡ് ആണ് ഫോർമുല 2π ഇൻറ്റു √I/MB. ഇത് ഓക്കെ. I എന്നുള്ള ഇനർഷ്യ, M എന്നുള്ളത് മാഗ്നറ്റിക് മൂമെൻറ്റ്, B എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ I എന്താണ്? ഇനർഷ്യ ആയിട്ട് എടുക്കാം. M എന്നുള്ളത് മാഗ്നറ്റിക് മൊമെൻറ്റ്, B എന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ മാഗ്നറ്റിനെ ഞങ്ങൾ 2 ഈക്വൽ പീസായിട്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ മാഗ്നറ്റിന് ലെങ്ത് L ആണെങ്കിൽ ഇപ്പോൾ അത് L/2 ആയിട്ട് മാറി. ഓക്കെ അല്ലേ? ഇനി മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഫോർമുല പോൾ സ്ട്രെങ്ത് ഇൻറ്റു ലെങ്ത് എന്നാണ്. അപ്പോൾ കട്ട് ചെയ്ത മാഗ്നറ്റിൽ ഇങ്ങനെയാണ് കട്ട് ചെയ്യുകയാണെങ്കിൽ പോൾ സ്ട്രെങ്തിൽ മാറ്റമില്ല, ലെങ്ത് ആണ് L/2 ആയിട്ട് മാറിയത്. ക്ലിയർ അല്ലേ? അപ്പോൾ M1 ഇസ് ഈക്വൽ ടു Q ഇൻറ്റു L2. M2 എന്തായിട്ട് മാറും? Q ഇൻറ്റു L/2 ആയിട്ട്. Qയിൽ മാറ്റമില്ല. എന്നാൽ നിങ്ങൾ മാഗ്നറ്റിന് ഇങ്ങനെയാണ് കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ പോൾ സ്ട്രെങ്ത് Q/2. മനസ്സിലായോ? നമ്മളിപ്പോൾ ട്രാൻസ്വേഴ്സ് ആയിട്ട് കട്ട് ചെയ്തുകൊണ്ട് പോൾ സ്ട്രെങ്തിൽ മാറ്റമില്ല. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? ഇപ്പോൾ ഇവിടെ 2 മാഗ്നറ്റും കട്ട് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഈ രീതിയിലാണ്, നോർത്ത് സൗത്ത്. അപ്പോൾ ഇങ്ങനെ അറേഞ്ച് ചെയ്താൽ രണ്ടിൻ്റെ മാഗ്നറ്റിക് M എന്തായിട്ട് മാറും? M1. ഇതൊന്ന് M1, ഇത് M2 ആണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക. സെയിം പോൾസ് ആണ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ രണ്ടും കൂടെ ആഡ് ചെയ്യുക. ഡിഫറെൻറ്റ് പോൾ. ഇപ്പോൾ നോർത്തിൻ്റെ ഇതിപ്പോൾ ഇങ്ങനെയാണെന്ന് വയ്ക്കുക. നോർത്ത് സൗത്ത് നോർത്ത് ആണെങ്കിൽ ഇതെന്ത് ചെയ്യണം? M1 മൈനസ് M2 എന്ന് എടുക്കണം. അപ്പോൾ ഇവിടെ M1 പ്ലസ് M2 മാറ്റം വരത്തില്ല. കാരണം Q ഇൻറ്റു L/2 പ്ലസ് Q ഇൻറ്റു L/2 Q ഇൻറ്റു L തന്നെയാണ്. എന്നാൽ ഇവിടെ ഇനി മാറ്റം വരാൻ പോണത് ആർക്കാണ്? ഇനർഷ്യയ്ക്കാണ്. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ മാറ്റം വരാൻ പോണത് ഇനർഷ്യയ്ക്കാണ്. ഇനർഷ്യയുടെ ഫോർമുല എന്താണ്? mL²/12 ആണ് ഇനർഷ്യയുടെ ഫോർമുല. കട്ട് ചെയ്ത് മാറ്റുമ്പോൾ മാസ് പകുതിയോളാവും ഇല്ലേ? മാഗ്നറ്റിനെ കട്ട് ചെയ്യുമ്പോൾ M/2. L എന്തായിട്ട് മാറും? L/2 ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾ ആൻസർ എന്തായിട്ട് മാറും? mL²/8 ഇൻറ്റു 12 എന്ന് വരും. അപ്പോൾ ഒരു 8 ഡിഫറൻസ് വരും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഇനർഷ്യ I എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? I1 പ്ലസ് I2 ആണ്. 2 ഇനർഷ്യ അല്ലേ?
അപ്പോൾ ml² / 8/12 പ്ലസ് ml²/8 × 12. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? ml²/4 × 12 എന്ന് വരും. ശരിയല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ മേളിൽ 2 വരും. 2 8ൽ 4 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ √1/4 എന്താണ്? 1/2. അപ്പോൾ ഡിഫറൻസ് വരാൻ പോണത് t/2. ഇനർഷ്യയിലാണ് മാറ്റം വരുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ ഇവിടെ I എന്നാണ് ഇട്ടിട്ടുള്ളത്. അത് ഞാൻ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് Iനെ ഞാൻ എങ്ങനെ എഴുതാം? I1 + I2 എന്ന് എഴുതാം. അപ്പം മാഗ്നറ്റിക് മൊമെൻറ്റിൽ മാറ്റമില്ല, ഇനർഷ്യയിലാണ് മാറ്റം വന്നത്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലായോ? I1 + I2 എടുത്തത് മനസ്സിലായോ? ഇത് I1, ഇത് I2 രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസറാണ് ml²/4 × 12. ഒരു 4ന് ഡിഫറൻസ് ഉള്ളൂ, 1/4. അപ്പോൾ √1/4 എന്നുള്ളത് 2 ആയിട്ട് മാറും. ഓക്കെ അല്ലേ? അടുത്തത് ദ മെറ്റീരിയൽ സ്യൂട്ടബിൾ ഫോർ യൂസ് ആസ് എ കോർ ഇൻ ട്രാൻസ്ഫോമർ. ആ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ അതിന് ഹൈ റിട്ടൻറ്റിവിറ്റിയും ലോ കോർസ്. അപ്പോൾ എന്താണ് റിട്ടൻറ്റിവിറ്റി? റിട്ടൻറ്റിവിറ്റി നമ്മൾ BH കർവിലായിരിക്കും നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യണത്. ഏത് കർവാണ്? BH കർവ് അല്ലേ? അപ്പോൾ റിട്ടൻറ്റിവിറ്റി ഓർ റെമനൻസ് എന്ന് പറയും. റിട്ടൻറ്റിവിറ്റി പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ B എന്തായിരിക്കും? ≠0, H 0. ഓക്കെ അല്ലേ? അപ്പോൾ റിട്ടൻറ്റിവിറ്റി കൂടുതലാണ്, അതിനർത്ഥം മാഗ്നറ്റി ഫീൽഡ് കൂടുതലായിരിക്കണമെന്നാണ് അല്ലേ? അതിൻ്റെ ലോ കോർസിവിറ്റി എന്ന് പറഞ്ഞാൽ അടുത്ത പോയിന്റ് എന്താണ്? കോർസിവിറ്റിയുടെ പോയിന്റ് B 0 ആയിരിക്കും, H ≠0 ആയിരിക്കും. ക്ലിയർ ആണോ? ഇത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഫസ്റ്റ് എഴുതിയത് എന്താണ്? റിട്ടൻറ്റിവിറ്റി. അടുത്തത് എന്താണ്? കോർസിവിറ്റി. ഓക്കെ അല്ലേ? അപ്പോൾ ഹൈ റിട്ടൻറ്റിവിറ്റിയും ലോ കോർസിവിറ്റി അതിനാണ് ട്രാൻസ്ഫോമറിൽ. ഇനി ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഡ്യൂ ടു ബാർ മാൻ. നമുക്ക് ബാർ മാൻ്റെ ഡയറക്ഷൻ ഒക്കെ അറിയാം, നോർത്ത് സൗത്ത് ഇല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ നോർത്ത് നിന്ന് ഇങ്ങനെയായിരിക്കും പോകുന്നത് ഡയറക്ഷൻസ് ഇല്ലേ? ലൂപ്പ് ഫോം ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും പോവുക ഇല്ലേ? ക്ലിയർ ആണോ? നോർത്ത് നിന്ന് പുറത്തും സൗത്തിൽ എൻ്റർ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് എന്നല്ലേ വരുള്ളൂ. കാരണം മാഗ്നറ്റി ഫീൽഡ് ലൈൻസ് നോർത്ത് നിന്ന് ലീവ് ചെയ്യണത് പോലെയാണ്, സൗത്തിൽ എൻറ്ററിങ് ആണ്. അപ്പോൾ ആൻസർ ഫ്രം എൻറ്ററിങ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ ഇൻറ്റേർണലി. ഓക്കെ. എബോവ് ക്യൂറി ടെമ്പറേച്ചർ. ഒരു ക്യൂറി ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒരു ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് പാരാമാഗ്നറ്റ് ആയിട്ട് മാറും. ഇതൊക്കെ തിയറിയിലുള്ളതാണ്, പഠിച്ചു വയ്ക്കുക. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഈ ഫോർമുലയൊക്കെ പഠിച്ചിരിക്കണം. Chi = C/T, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എ ഫോട്ടോ സെൻസിറ്റീവ് സർഫസ് ഈസ് ഇറേഡിയേറ്റഡ് ബൈ എ മോണോക്രോമാറ്റിക് ലൈറ്റ്, ഓക്കെ, ഹാവിംഗ് ഫ്രീക്വൻസി ഗ്രേറ്റർ ദാൻ ദ ത്രെഷോൾഡ് ഫ്രീക്വൻസി. The maximum kinetic energy is Kmax, okay, and the stopping potential is V0. If now the frequency of the incident radiation is tripled, both Kmax and stopping potential also get tripled. ഇതാണ് ഐൻസ്റ്റൈൻസിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ ഇല്ലേ? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു H nu മൈനസ് H nu 0. ഈ കൈനറ്റിക് എനർജി മാക്സിമം നമുക്ക് ഇങ്ങനെ എഴുതാം, E × V0. V0 എന്നുള്ള സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു H × ന്യൂ എന്നുള്ള ഫ്രീക്വൻസി മൈനസ് H nu 0. ഈ ന്യൂ 0 എന്നുള്ള H nu 0 നമുക്ക് എന്തായിട്ട് എടുക്കാം? വർക്ക് ഫംഗ്ഷൻ എന്ന് പറയാം, മൊത്തത്തിൽ വർക്ക് ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങളിത് നോക്കി, ഈ ഇക്വേഷൻ വെച്ചിട്ട് നോക്കി. ഞാൻ ഇപ്പോൾ ഫ്രീക്വൻസി കൂട്ടിയെന്ന് വെച്ചാൽ, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്താൽ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും, പക്ഷെ അതേപോലെ ഇൻക്രീസ് ആവത്തില്ല. കാരണം ആ H ന്യൂവിൻ്റെ കൂടെ വർക്ക് ഫംഗ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ന്യൂവിനെ 3 times ഇൻക്രീസ് ചെയ്താൽ കൈനറ്റിക് എനർജി 3 times ആവത്തില്ല, അതിനെക്കാട്ടിലും കുറച്ച് കുറയും. കാരണം മൈനസ് വർക്ക് ഫംഗ്ഷനാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അത് ട്രിപ്പിൾ ആവത്തില്ല ഇല്ലേ? ട്രിപ്പിളിനും കുറവായിരിക്കും. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് ആണെന്ന് മനസ്സിലായി. ഇനി ദ മാക്സിമം കൈനറ്റിക് എനർജി ആൻഡ് ദ സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 ഓക്കെ ആർ ലീനിയർലി റിലേറ്റഡ്. അത് ശരിയാണ്, കാരണം ഇസ് ഈക്വൽ ടു H ന്യൂ ആണ്. അപ്പോൾ ന്യൂ കൂടുന്നതനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും. പക്ഷേ ന്യൂ 10 times കൂടിയാൽ കൈനറ്റിക് 10 times കൂടത്തില്ല, കാരണം മൈനസ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യലും കൂടെ ഉണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 2 ട്രൂ ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 ഫോൾസ് ആണ്. അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ, ഇനി നമ്മൾ എഗെയിൻ നമ്മൾ ഫോർമുല എടുക്കുകയാണ്. ദ സർഫസ് ഓഫ് എ മെറ്റൽ ഈസ് ഇലുമിനേറ്റഡ് വിത്ത് എ ലൈറ്റ് ഓഫ് 410 nm. ഓക്കെ, ദ കൈനറ്റിക് എനർജി ഓഫ് ദി എജക്റ്റഡ് ഫോട്ടോ ഇലക്ട്രോൺസ്, കൈനറ്റിക് എനർജി തന്നിട്ടുണ്ട്. ദ വർക്ക് ഫംഗ്ഷൻ ആണ് ക്വസ്റ്റ്യൻ. അപ്പോൾ H ന്യൂവിനെയാണ് നമ്മൾ, ന്യൂ നോട്ടിനാണ് വർക്ക് ഫംഗ്ഷൻ. ഈ വർക്ക് ഫംഗ്ഷനെ നമ്മൾ φ എന്നും വിളിക്കാം. അപ്പോൾ φ ഈസ് ഈക്വൽ ടു H ന്യൂ മൈനസ് കൈനറ്റിക് എനർജി എന്ന് എഴുതാം. ഫ്രീക്വൻസീനെ C/λ എന്ന് എടുക്കാം, മൈനസ് കൈനറ്റിക് എനർജി. ഇവിടെ HCൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ്? 1230 ഇലക്ട്രോൺ വോൾട്ട് നാനോമീറ്ററിനാണ്, ശരിയല്ലേ?
അപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് ഇവിടെയും ഇലക്ട്രോൺ വോൾട്ട് ഉണ്ട്, ലാംഡയും ഇലക്ട്രോൺ വോൾട്ടാണ്. അപ്പോൾ ഇലക്ട്രോൺ വോൾട്ട് ക്യാൻസൽ ചെയ്യും. ഒരു നാനോമീറ്റർ മാത്രമേ കാണത്തുള്ളൂ, 10⁻⁻⁹. ഓക്കെ, -1.45 ഇലക്ട്രോൺ വോൾട്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ നാനോമീറ്ററൊക്കെ ക്യാൻസലായി പോവും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് മൈനസ് ഇത്രയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ വന്നിട്ട് 1.55 എന്ന് കിട്ടും. ആക്ച്വലി ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൾമോസ്റ്റ് 3 കിട്ടും. ഓക്കെ അല്ലേ? ഇതും ക്യാൻസൽ ചെയ്യുമ്പോൾ ആൾമോസ്റ്റ് 3 കിട്ടും. അപ്പോൾ 3 - 1.45 എന്ന് കിട്ടും, 1.55. യൂണിറ്റ് ഒന്നും നോക്കണ്ട, കാരണം എല്ലാം ഇലക്ട്രോൺ വോൾട്ട് അല്ല, അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ, ശരി. ഓക്കെ, ഇനി the photons of frequency new incident on the surface retrace their path after reflection. ആഫ്റ്റർ റിഫ്ലക്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഡബിൾ ആയിട്ട് മാറും. ഓക്കെ, ആഫ്റ്റർ റിഫ്ലക്ഷൻ ഈ മൊമെൻ്റ് ഒക്കെ ഡബിൾ ആവാറാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇഫ് n is the number of photons reflected per second, the force exerted. അപ്പോൾ നമുക്കറിയാം പവറിൻ്റെ ഫോർമുല ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഇപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ പവർ ബൈ പി എന്നുള്ളത് പവറാണ്, പവർ ബൈ വെലോസിറ്റി. പവർ എന്ന് പറഞ്ഞാൽ ഫോർമുല എനർജി ബൈ ടൈമാണ്. അപ്പോൾ ഇവിടെ എനർജി എന്നുള്ളത് h ആണ് ഇല്ലേ? അപ്പോൾ ഇവിടെ ടൈം തരാത്തതുകൊണ്ട്, പക്ഷേ n is the number of photons. അപ്പോൾ n h ആണ് പവർ, h എന്നുള്ള എനർജിയാണ്. എന്നിൻ്റെ യൂണിറ്റ് n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ്, നോക്കി n എന്നുള്ളത് നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ്. അപ്പോൾ എന്നിൻ്റെ യൂണിറ്റ് ടൈമാണ്, ബൈ ടൈമാണ്. അപ്പോൾ h എന്നുള്ള എനർജിയാണ്. മനസ്സിലാവുണ്ടോ? h എന്നുള്ളത് എനർജിയാണ്, മാറിപ്പോലെ. h എനർജിയാണ്. ഓക്കെ അല്ലേ? h എനർജിയാണ്. ഈ n എന്നുള്ള ടേം n ശ്രദ്ധിച്ചോളാം. ഈ n എന്നുള്ള ടേം എന്നുള്ളത് 1/t ആണ്. അപ്പോൾ എനർജി ബൈ ടൈം പവറായി മാറി ഇല്ലേ? എന്തുകൊണ്ടാണ് 2 ഇട്ടത്? ബിക്കോസ് പോയിട്ട് തിരിച്ചു വരണം, അതുകൊണ്ട് 2. റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ടാണ് 2 ഇട്ടത്. മനസ്സിലായി? അപ്പോൾ 2nh/v/വെലോസിറ്റി ഇല്ലേ? ഫോട്ടോൺസാണ് പറഞ്ഞത്. അപ്പോൾ വെലോസിറ്റി എന്നുള്ളത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, സി എന്നെടുത്തത്. അപ്പോൾ ഫോർമുല ഡയറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്, 2nh/c. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തത് നോക്കിയേ. The threshold frequency of a metallic surface is equivalent to 5.1 electron volt and the stopping potential is 4 volt. അപ്പോൾ ഞാൻ ഡയറക്റ്റ് നമ്മൾ നേരത്തെ എഴുതിയ ഫോർമുല സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, അപ്പോൾ ഇവിടെ 4 EV എന്ന് എടുക്കാം, is equal to hc/λ മൈനസ് threshold frequency അല്ലേ? അതായത് വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? 5.1 ഇലക്ട്രോൺ വോൾട്ട് എന്ന് എടുക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മൈനസ് ചെയ്യുമ്പോൾ -5.1 നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ പ്ലസ് ആയിട്ട് മാറും, 9.1 എന്ന് വരും. hc1240 തന്നിട്ടുണ്ട്. ലാംഡയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ 1240/9.1 is equal to ലാംഡ. അപ്പോൾ ലാംഡയുടെ വാല്യൂ 136 എന്ന് വരും. അപ്പോൾ 400 nm to 1 nm റേഞ്ചിൻ്റെ അകത്തുള്ളത് വന്നിട്ട് അൾട്രാ വയലറ്റ് റേസ് ആണ്. ഓക്കെ അല്ലേ? ഇനി 1 mm to 700 nm എന്താണ്? ഇൻഫ്രാറെഡ് ആണ്. 700 to 400 nm വന്നിട്ട് എന്താണ്? വിസിബിൾ റേസ് ആണ്. 1 nm to 10⁻³ nm എന്താണ്? എക്സ് റേസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ വന്നിട്ട് ആക്ച്വലി 136 nm. അപ്പോൾ 400 to 1 nm അകത്ത് വരുന്നത് ഏത് ലൈറ്റാണ്? അത് UV റേസ് ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത്. ദ ഇലക്ട്രിക് ഫീൽഡ് അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഓഫ് ദ സൺ ഈസ് എസ്റ്റിമേറ്റ് ടു ആൻ RMS വാല്യൂ തന്നിട്ടുണ്ട്. ദ ആവറേജ് ടോട്ടൽ എനർജി, അപ്പോൾ U എന്നുള്ളത് എനർജി ഡെൻസിറ്റിയാണ്. എനർജി ഡെൻസിറ്റി എനർജി ബൈ വോളിയമാണ്. അപ്പോൾ എനർജി ബൈ വോളിയത്തിൻ്റെ ഫോർമുലയാണ് ERMS സ്ക്വയർ ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡിൻ്റെ RMS സ്ക്വയർ ഇൻറ്റു ε0. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് എത്രയാണ്? 800. ഡയറക്റ്റ് ഇട്ടോ, അത് 800 സ്ക്വയർ ഇൻറ്റു ε0ൻ്റെ വാല്യൂ 8.5 ഇൻറ്റു 10⁻⁻². അപ്പോൾ ആൻസർ 5.6 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അത് ചെയ്യുക. U ബൈ വോളിയം എനർജി ഡെൻസിറ്റിയാണ് കേട്ടോ. അപ്പോൾ എനർജി എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കണം? എനർജി ഈസ് ഈക്വൽ ടു ERMS സ്ക്വയർ ε0 ഇൻറ്റു വോളിയമും കൂടെ കാണും കേട്ടോ, ശ്രദ്ധിച്ചോളണേ. ഇനി അടുത്തത്. ഓക്കെ, ഇതോടെ കഴിയും. ഓക്കെ, ഒരു 3-4 കൂടെ ഉള്ളു. ഓക്കെ, an inductor of 100 mH and resistance 1 ohm are connected in series to a source of voltage 10 volt. The current reaches to half the steady state value. അപ്പോൾ ഇതാണ് ഫോർമുല. I equal to ഈ സ്റ്റഡി സ്റ്റേറ്റിൻ്റെ ഫോർമുല I equal to I0 into 1 minus e⁻⁻RT/L ആണ്. ഇപ്പോൾ കറണ്ട് I എന്തായിട്ട് മാറി? ഹാഫ് ആയിട്ട് മാറി. അപ്പോൾ I0/2 is equal to I0 into
1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ 0.1. ഇനി സിംപ്ലിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1/2 ഈസ് ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ടി ബൈ 0.1. ഈ 1 ഇപ്പുറത്ത് പോവുകയാണെങ്കിൽ ഇ റേസ് ടു മൈനസ് ടി ബൈ 0.1 ഈസ് ഈക്വൽ ടു 1/2. ഞാൻ ഓരോ ലൈൻ എഴുതിയിട്ടുണ്ട്, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ ഈ അപ്പുറത്ത് പോകുമ്പോൾ ln ആയിട്ട് മാറും ഇല്ലേ, ലോഗരിതം. അപ്പോൾ ln ഓഫ് 1/2, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് ഇപ്പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ln ഓഫ് 1/2 എന്തായിട്ട് മാറും? ഈ മൈനസ് പോകുമ്പോൾ ln ഓഫ് 1/2 ഇൻവേഴ്സ് എന്ന് വരും. 1/2ൻ്റെ ഇൻവേഴ്സ് എന്താണ്? 2 ആണ് അല്ലേ. വാട്ട് ഈസ് ln ഓഫ് 2? 0.693. അപ്പോൾ ln ഓഫ് 1/2 ഉടനെ പറയല് 1/2 എങ്ങനെ 2 ആയി മാറുന്ന, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഈ മൈനസ് ഫ്രണ്ടിലേക്ക് ഇടുക. അപ്പോൾ മൈനസ് പവറിൽ പോയില്ലേ, 1/2 ദ ഹോൾ റേസ് ടു -1 ലോഗിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട്. ഇനി ln ഓഫ് 2 എന്നുള്ള 0.693, അപ്പോൾ ആൻസർ 0.07 എന്ന് കിട്ടും. ഓക്കെ അല്ലേ, ശരി. അടുത്തത് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ മോട്ടർ ഈസ് 5 ഹെൻറി. ഇൻ ഓർഡർ ടു ഇമ്പാർട്ട് മാക്സിമം പവർ കൊടുക്കണമെങ്കിൽ, മാക്സിമം പവർ കൊടുക്കാൻ വേണ്ടി ഇറ്റ് ഷുഡ് ബി കണ്ടക്ട് ടു എ കപ്പാസിറ്റർ. അപ്പോൾ മാക്സിമം പവറിന് എച്ച് സി ഈക്വൽ ടു എച്ച് എൽ ആണ്. എച്ച് സി എന്നുള്ളത് 1/c ഒമേഗയാണ്, എച്ച് എൽ എന്നുള്ളത് എൽ ഒമേഗയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സി എഴുതാം, സി ഈക്വൽ ടു 1/L ഒമേഗ സ്ക്വയർ. ഒമേഗ എന്നുള്ളത് 2π ഫ്രീക്വൻസി ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കാം, ബാക്കി നിങ്ങൾക്ക് അറിയാൻ ചെയ്യാൻ 1/5 × 4 × π സ്ക്വയർ × 50 സ്ക്വയർ. ഇവിടെ പൈ എന്നുള്ളത് √10 തന്നിട്ടുണ്ട് കേട്ടോ, പൈ √10 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ 1/5 × 4 20, 20 × പൈ എന്നുള്ളത് √10 അല്ലേ, √10 സ്ക്വയർ ചെയ്താൽ 10 × 50 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 1/200 × 25 × 100. അപ്പോൾ 1/5 × 10⁵ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. അപ്പോൾ 1/5 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം എത്രയായിരിക്കും, 0.2 ആണ്. 0.2 × 10⁵, അതിനെ മൈക്രോ ആക്കി മാറ്റുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ 2 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ. അടുത്തത്, in a uniform magnetic field of strength B Tesla, a wire in the shape of a semicircle of radius r is rotated about its diameter. The mean power ആണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് നമുക്ക് ഫ്ലക്സ് എഴുതാം. ഫ്ലക്സിൻ്റെ ഫോർമുല BA cos ωt ആണ്. ഏരിയ സെമി സർക്കിൾ ആയതുകൊണ്ട് ഏരിയയ്ക്ക് πr²/2 × cos ωt എന്ന് കൊടുക്കാം. നമുക്ക് പവർ അല്ലേ വേണ്ടത്, അപ്പോൾ പവറിൻ്റെ ഫോർമുല നമുക്കറിയാം V/r എന്ന് എഴുതാം ഇല്ലേ, അല്ലെങ്കിൽ E/r. അപ്പോൾ ഫ്ലക്സ് ഉണ്ടെങ്കിൽ ഫ്ലക്സ് നമുക്ക് EMF കണ്ടുപിടിക്കാം, ഇലക്ട്രിക് ഫീൽഡ് EMFൻ്റെ ഫോർമുല എന്താണ്? -dφ/dt. അപ്പോൾ ഫ്ലക്സിന് എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ B/r²/2 അവിടെ കാണും. വാട്ട് ഇസ് ദ ഡിഫറൻഷ്യൻ ഓഫ് cos θ? cos θ ഈസ് -sin ωt × ഒമേഗ. സിൻസ് ഇവിടെ ഒരു മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയിട്ട് മാറും. ഇതുവരെ ഓക്കെ അല്ലേ. ഇനി പവറിൻ്റെ ഫോർമുല E/r എന്നാണ്. അപ്പോൾ ഈൻ്റെ വാല്യൂ നോക്കി, ഈ പവറിൻ്റെ ഫോർമുല EMF അല്ല V²/r ഇല്ലേ, അപ്പോൾ ഈ V² ഉണ്ട്. അപ്പോൾ പവർ, അപ്പോൾ E²/r ആണ്. അപ്പോൾ ഈൻ്റെ വാല്യൂ B/r² ഒമേഗ sin ωt ദ ഹോൾ സ്ക്വയർ/r ആണ്. പക്ഷേ ഇവിടെ ഒരു 2 ഉള്ളതുകൊണ്ട് അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ താഴെ 4 ഇവിടെ വരും ഇല്ലേ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് മീൻ പവർ. മീൻ പവർ എന്ന് പറയുമ്പോൾ sin² ωt ആണ്. sin² ωt 1/2 ആയിട്ട് മാറും ഇല്ലേ. അത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളിതിന് മീൻ പവർ എടുക്കുമ്പോൾ sin² ωt നമ്മളെ ഫോർമുല 1 - cos 2θ ഇസ് ഈക്വൽ ടു 2 sin² θ ഇല്ലേ. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ sin² θ എന്നുള്ളത് എന്തായിട്ട് മാറും? 1 - cos 2θ/2 എന്ന് വരും. ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ 1/2 വരും. കാരണം cos θയുടെ വാല്യൂ നെഗ്ലിജിബിൾ ആണ്, കാരണം ലിമിറ്റ് കൊടുക്കുന്നത് 0 to 180 ആണ്. cos 0 1 ആയിട്ട് മാറും. cos 180 ഇല്ലേ, cos 180 എന്നുള്ളത് നിങ്ങൾക്കറിയാം, 180 എന്നുള്ള മൈനസ് വരും. അപ്പോൾ 1 - 1 അവിടെ എന്തായിപ്പോൾ cos 180 കൂടെ എത്തുന്ന സമയത്ത് നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആ ടേം 0 ആയിട്ട് പോകും. അപ്പോൾ റിമൈനിങ് ആൻസർ 1/2. അല്ലെങ്കിൽ നിങ്ങളിന്ന് ഓർത്തിരുന്നാൽ മതി, മീൻ പവർ ചോദിക്കുകയാണെങ്കിൽ sin² ωtൻ്റെ വാല്യൂ 1/2. sin² ωt നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കത് ലീനിയർ ഫോം ആക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്, മനസ്സിലായോ? അപ്പോൾ sin² θ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണത് എങ്ങനെയായിരിക്കും? 1 - cos 2θ/2. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 മാത്രമേ കാണത്തുള്ളൂ. cos 2θ എന്തായി പോവും? ക്യാൻസലായി പോകും. അതിന് ലിമിറ്റ് കൊടുത്താൽ മതി, ഒരു കംപ്ലീറ്റ് സൈക്കിൾ 0 to 2π എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 0 to 2π കൊടുക്കുമ്പോൾ cos 0 1 2π 1 കിട്ടും. ഇടയ്ക്ക് 1 - 1 ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് sin² ωt 1/2 എന്ന് എടുത്തത്. അപ്പോൾ 1/2 ആകുമ്പോൾ ഒരു 2 കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ 8r എന്ന് കിട്ടും.
ഓക്കെ അല്ലേ. ഇനി നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം മീറ്റർ ബ്രിഡ്ജാണ്. ഇപ്പോൾ ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ ഈ ഡയഗ്രാം വെച്ച് തന്നെ പെട്ടെന്ന് പറയാം. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 20/40 ഈസ് ഈക്വൽ ടു R/40 ആണെങ്കിൽ റിമൈനിങ് എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് R30 കിട്ടും. ഇപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആറിന് പാരലായിട്ട്, അതാണ് ഷണ്ടിങ്, ആറിന് പാരലായിട്ട് ഒരു റെസിസ്റ്റൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 60 Ω ഇല്ലേ. അപ്പോൾ ആറും 60യും പാരലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമുക്ക് R × 60/R+60. അപ്പോൾ R × 60 എന്ന് പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ എത്ര നമ്മൾ ചെയ്തിട്ടുണ്ട്? 30. അപ്പോൾ 30 × 60/30+60 ആൻസർ 20 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ഈ ആറും 60യും കൂടെ ചേർന്നപ്പോൾ കിട്ടിയ ആൻസർ എത്രയാണ്? 20. ഇപ്പോൾ അവിടെ 20 ഉണ്ട്. അപ്പോൾ ഇപ്പുറത്തും 20, ഇവിടെയും 20. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസും നോൺ റെസിസ്റ്റൻസും 20 ആയി. അപ്പോൾ ക്വസ്റ്റ്യൻ 20 ആണെങ്കിൽ ബാലൻസ് കണ്ടീഷൻ എത്രയാണ് അല്ലേ? അപ്പോൾ എനിക്കിവിടെ എന്തൊക്കെ ഉണ്ട്? 20 ഉണ്ട്, അടുത്ത റെസിസ്റ്റർ 20 ഉണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ആ 40ക്കുള്ള എക്സ് എന്ന് എടുത്താൽ റിമൈനിങ് എന്തായിട്ട് മാറും? 100 - x ആയിട്ട് മാറും. അത് ഞാൻ എഴുതിയിരിക്കുന്നത് 20/x is equal to 20/100 - x. 20 ക്യാൻസൽ ആവും. 100 - x is equal to x. 100 equal to 2x. x is equal to 50 cm. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏതെങ്കിലും ടോപ്പിക്ക്, ബിക്കോസ് നിങ്ങൾക്ക് എക്സാം 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നാളെ നമുക്കറിയാം, നാളെ സാറ്റർഡേ, അത് സൺഡേ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഏകദേശം ഞാനിപ്പം വിത്തിൻ 2 ഡേയ്സിനകത്ത് ഞാൻ വീണ്ടും ഒരു 30 to 40 ക്വസ്റ്റ്യൻസോടെ സെലക്ട് ചെയ്തിടും കേട്ടോ പരീക്ഷയ്ക്ക്. ബിക്കോസ് സ്കീം ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല. നീറ്റൊക്കെ നമുക്ക് കുറച്ചൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൽ 25 ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കീമിൽ ഞാൻ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്ത് വേണം. അപ്പോൾ ഒരു 30 to 40 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തതിൻ്റെ അകത്ത് ഇട്ടേക്കാം. അതും കൂടെ നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ഈ ഫോർമുലാസ് എല്ലാം പഠിക്കണം. ഇപ്പോൾ നമ്മൾ ചെയ്ത പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കോൺഫിഡൻസ് വന്നിട്ടുണ്ടാവും. മിസ്റ്റേക്സ് ഇല്ലാതെ ചെയ്യാൻ നോക്കണേ. മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, 3 × 3 6 എന്ന് എഴുതി വയ്ക്കല്ലേ. 3 × 3 9 ആണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് ചെയ്യുക, പരീക്ഷ നന്നായിട്ട് സ്കോർ ചെയ്യുക. ഓക്കെ അല്ലേ? പേടിക്കരുത്. നല്ല 45 ഫിസിക്സ് ക്വസ്റ്റ്യൻ ഒന്നും ആരും ചെയ്യാൻ പോണില്ല. 30 തൊട്ട് 35 വരെ ചെയ്താൽ മതി. നന്നായിട്ട് റിലാക്സ് ചെയ്ത് പരീക്ഷ എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ തന്നിട്ടുള്ള ഇത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ നമുക്കിപ്പോൾ ഡേ 4 ആയിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ നീറ്റിൻ്റെ ഡേ ഇട്ടിട്ടുണ്ട്, 4 സെഷൻ ഇട്ടിട്ടുണ്ട്, 6 സെഷനായിട്ട് ഇട്ടിട്ടുണ്ട്, നീറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് യൂട്യൂബിലുണ്ട്, അതും കൂടെ ചെയ്തിട്ട് വേണം പോകാൻ കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പോൾ വലിയ സ്ട്രെസ് ഇല്ലാതെ പഠിക്കുക, നല്ല സ്കോർ ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ഞാനിപ്പോൾ ഇനിയൊരു 30 to 40 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യണതായിരിക്കും. ഓക്കെ അല്ലേ? യൂട്യൂബിൽ ഞാൻ അതും ഇട്ടേക്കാം, നിങ്ങൾ അതും കൂടെ ഒന്ന് കാണണം. ഓക്കെ അല്ലേ? അപ്പം എനിവേ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ബൈ ബൈ.